ಎಲ್ಲ ನೋಡುವಾಗ ಉಸಿರಿಲ್ಲ ಏನಿಲ್ಲ. ಆಮೇಲೆ ನೋക്കുമ്പോൾ ಅವಳಿಗೆ ಶ್ವಾಸವೊന്നുമില്ല. ಮತ್ತೆ ಹೋಗಿ ಹುಡುಕಿದ್ರು ಹುಡುಗನ್ನ. ಆಮೇಲೆ വീണ്ടും ആ അമ്മച്ചി ആ ചെറുക്കനെ തേടിപ്പോയി. ചെറുക്കനില്ല. ಅಪ್ಪ ಅಜ್ಜಿ ಹೋದ್ರು. ಆಮೇಲೆ ಆ ಅಮ್ಮಚ್ಚಿ പോയി. ಅವರ ಮನೆಗೆ ಈ ತರ ಬಾಗಿಲೆಲ್ಲ ಇಲ್ಲ, ಮೂಗಿಲೆಲ್ಲ ಇಟ್ಟಿರ್ತಾರೆ. അവിടെ ഇങ്ങനത്തെ വാതിലൊന്നും അല്ല, അവിടെ ഇങ്ങനെ ഈ ഓല കുത്തി വെച്ചിട്ടുള്ളതാണ് വാതിലുകൾ. ಅದನ್ನ ತೆಗೆದ್ರು, ആ ഓല എടുത്തു മാറ്റി ಆ ಎಣ್ಣೆ ತಕೊಂಡ್ರು. ആ എണ്ണ അമ്മച്ചി തന്നെ എടുത്തു. ಆ ಅಮ್ಮಚ್ಚಿ ವಿಶ್ವಾಸ ಇಲ್ಲ, ആ അമ്മച്ചി വിശ്വാസിയൊന്നുമല്ല. ಎಣ್ಣೆ എടുത്തു. ആ അമ്മച്ചി എണ്ണ എടുത്തു. യേശു രക്തಕ್ಕೆ ಜಯ, യേശുവിന്റെ രക്തത്തിൽ ജയം എന്ന് തേച്ചു. ആ മരിച്ച സഹോദരി എഴുന്നേറ്റു. എന്റെ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ಅಭಿಷೇಕ ಇದ್ದಾಗ, അഭിഷേകമുള്ളപ്പോൾ ನಾವು ಏನ ಮಾಡಕ್ಕಾಗಲ್ಲೋ ಅಭಿಷೇಕ ಮಾಡ್ತದೆ. അവൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാത്തത് അത് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ಅಭಿಷೇಕ ಎಲ್ಲಿದೆಯೋ, അഭിഷേകം എവിടുണ്ടോ ಅಲ್ಲಿ ಸಾಕ್ಷಿಯಾಗಿರ್ತೀರ. അവിടെ സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ಲಾಸ್ಟ್ ಇಯರ್, കഴിഞ്ഞ വർഷം ವಯಸ್ಸಾದ ಅಮ್ಮ, ഒരു പ്രായത്തിന്റെ അമ്മച്ചി ಕುಡಿತಾರೆ. അവൻ കുടിക്കുന്ന സഹോദരി ಕುಡಿದು ಬಿದ್ದು ಸತ್ತು ಹೋಗಿದ್ದಾರೆ. അവൻ കുടിച്ച് അവർ മരിച്ചു. ಅವು ಹೀರಾ ಎಲ್ಲ ಬಂದು ತಿನ್ಬಿಟ್ಟಿದೆ. ಹೀರಾ ಏನಂತ ಹೀರಾ ಇರುವೆ, അവൻ ഉറുമ്പൊക്കെ വന്ന് അവരുടെ വായിൽ ಇದೆಲ್ಲ ತಿನ್ನಿട്ടുണ്ട്. അവൻ ഇതെല്ലാം ഉറുമ്പ് വന്ന എല്ലാം വായുടെ ഇവിടെയൊക്കെ കടിച്ച് തിന്നാൻ. ಯಾರು ಹೇಳಿದ್ರು ಈ ತರ ಸತ್ತೋಗಿದ್ದಾರೆ. ആരോ പറഞ്ഞു ഇതേ മരിച്ചിങ്ങനെ ഉറുമ്പരിച്ച് കിടക്കുകയാണ്. ಬಾಡಿಗೆ ಕೊಂಡೊಂದು ആ ബോഡി എടുത്തുകൊണ്ട് വന്ന് ಎಲ್ಲ ನೈಟ್ ಇಟ್ಟುಬಿಟ್ಟು അവൻ സ്വന്തം കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാനിടയായി. ಅಲ್ಲಿ ಸತ್ತವರು ಎಬ್ಬಿಸಿ 5 ಜನ ಸತ್ತವರು ಎದ್ದಿದ್ದಾರೆ ಆ ಜಾಗದಲ್ಲಿ. അവൻ ആ സ്ഥലത്ത് ഓൾറെഡി 5 പേര് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ സ്ഥലമാണ്. ಅಲ್ಲಿ 4 ಜನ ವಿಶ್ವಾಸ ಇದ್ರು. അവൻ അവിടെ 4 വിശ്വാസികൾ ഉണ്ടായിരുന്നു. ಅವರು ರಾತ್ರಿ ಎಲ್ಲ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾರೆ. അവർ രാത്രി എല്ലാം പ്രാർത്ഥിച്ചു. ಅನ್ಯ ಭಾಷೆ ಮಾತಾಡ್ತಾನೆ ಇದ್ರು. അവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് 6 ಗಂಟೆಗೆ ಆ ಸತ್ತೋಗಿದ್ದ ಅಜ್ಜಿ ಎದ್ದು ಕೂತ್ಕೊಂಡು 6 മണിയായപ്പോൾ ആ മരിച്ച അമ്മച്ചി എഴുന്നേറ്റ് ഇരിക്കാനിടയായി. ನಮ್ಮ ದೇವರು ಜೀವವುಳ್ಳ ದೇವರಾಗಿದ್ದಾರೆ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ಅದಕ್ಕಾಗಿ ಉಪವಾಸ ಅವಶ್ಯಕತೆ ಇಲ್ಲ. അതിനുവേണ്ടി ഉപവാസത്തിന്റെ ആവശ്യമില്ല. ಅದಕ್ಕಾಗಿ ಕಣ್ಣೀರು ಪ್ರಾರ್ಥನೆ ಅವಶ್ಯಕತೆ ಇಲ್ಲ. അതിനായിട്ട് കണ്ണീര് ഒഴുക്കി പ്രാർത്ഥിക്കണമെന്നില്ല. ನಿನ್ನ ಒಳಗಿರುವ ಅಭಿಷೇಕವನ್ನು ನೀನು ನಂಬಬೇಕು. അവൻ നിന്റെ അകത്തുള്ള ആ അഭിഷേകത്തെ നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. ವಿಶ್ವಾಸ ಹೇಳ್ತೀರಾ? അവൻ എത്ര പേര് വിശ്വാസത്തോടെ പറയും? ನಂಬುವವರ ಹೊಟ್ಟೆ ಒಳಗಿಂದ ಜೀವಕರವನ್ನು, വിശ്വസിക്കുന്നവരുടെ അകത്തുനിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ಆಮೆನ್, ആമേൻ. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇംപർട്ടേഷൻ ഉണ്ടായി. അവൻ പഴയ നിയമത്തിൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നു. ന്യൂ ടെസ്റ്റമെന്റിൽ ഇംപർട്ടേഷൻ ഇല്ല. അവൻ പുതിയ നിയമത്തിൽ ഇന്റർപ്രിട്ടേഷൻ ഇല്ല. അവൻ സ്വന്തം പഴയ നിയമത്തിൽ പകർച്ച ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ പകർച്ച ഇല്ല. യേശുവിനെ എബ്ബിಸಿದ അതേ ആത്മ ನಮ್ಮಲ್ಲಿದೆ. ഈ പാസ്റ്ററുടെ മൈക്കിന് സൗണ്ട് കൊടുക്കാം. മോണിറ്റർ സൗണ്ട് ഉണ്ട്, പക്ഷെ പാസ്റ്റർ സൗണ്ട് ഇല്ല. ಪ್ರೈಸ್ ಅಲ್ಲ. ಯೇಸುವನ್ನು ಎಬ್ಬಿಸಿದ ಅದೇ ಆತ್ಮ ನಮ್ಮೆಲ್ಲರಲ್ಲಿ ವಾಸವಾಗಿದೆ. യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ എല്ലാവരുടെ അകത്തുണ്ട്. ಆಮೆನ್, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಸೊ ಆ ಆತ್ಮನ ಉದ್ದೇಶ ಏನು ತಿಳ್ಕೋಬೇಕು ನೀವು. അവൻ ആ ആത്മാവിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ಹಲ್ಲೆಲೂಯ. ನಾವೇನ್ ಮಾಡ್ತೀವಿ? നമ്മളെന്താ ചെയ്യാ? நிரப்பணுமே, നിറക്കണമേ, நிரப்பணுமே. എന്നെ നിറക്കണമേ. നീ നിരമ്പി ഇരിക്കുது. നീ ഓൾറെഡി നിറഞ്ഞിരിക്കുവാ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പൗൽ ഹീಗೆ ಹೇಳಿದ್ರು. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, be filled in the spirit. സ്തോത്രം. ആത്മാവിൽ നിറയപ്പെട്ടവരായി നാവേൻ ಹೇಳ್ತೀವಿ? നമ്മൾ എന്ത് പറയും? കർത്താവേ നീ നിറപ്പം. കർത്താവേ നീ നിറക്കണേ. കർത്ത നിറപ്പുറത്തല്ലേ, നീ നിറമ്പണം. അവൻ കർത്താവ് നിറയ്ക്കുന്നതല്ല, നീ നിറയേണ്ടതാണ്. ഹല്ലേലൂയ. എങ്ങനെ നിറയണോ? എങ്ങനെ നിറയണം? ನಂಬೋದ್ರ ಮೂಲಕವಾಗಿ ಜೀವಕರವಾದ ಹೊಳೆಗಳು ಬರ್ತವೆ. വിശ്വസിക്കുന്നവരാൽ അവൻ വിശ്വസിക്കുന്നവരുടെ അകത്തുനിന്ന് ജീവന്റെ ജലനദി ഒഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ಅರ್ಥ ಆಯ್ತಾ? ഹല്ലേലൂയ. മനസ്സിലായോ? ಅಭಿಷೇಕ ನಮ್ಮಲ್ಲಿದೆ. അവൻ അഭിഷേകം നമ്മിലുണ്ട്. ಅಭಿಷೇಕ ಎಲ್ಲಿದೆಯೋ, അവൻ അഭിഷേകം എവിടുണ്ടോ ಅಲ್ಲಿ ಬಿಡುಗಡೆ ಇದೆ. അവിടെ വിടുതലുണ്ട്. ನಿನ್ನ ಮನೆಯಲ್ಲಿ ಬಿಡುಗಡೆ, അവൻ നിന്റെ വീട്ടിനകത്ത് ನಿನಗೂ ಬಿಡುಗಡೆ, അവൻ നിനക്കും വിടുതൽ. ಹೇಳ್ಬಿಡಿ. ಸರಿ,
ನಿಮಗೂ ಬಿಡುಗಡೆ, നിങ്ങൾക്കും വിടുതല, ನಿಮ್ಗೆ വീട്ടിലും ಬಿಡುಗಡೆ, നിന്റെ വീട്ടിലും വിടുതല, ನಿಮ್ಮ ചുറ്റപ്പെട്ട വട്ടാരത്തിൽ നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്നവർക്കും വിടുതല. ನಾನು ಸೇವೆ ಮಾಡುವ ಜಾಗದಲ್ಲಿ ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് ಬಹಳ ಅಪೋಸಿಷನ್ಸ್ ಇದೆ. അവൻ ഒരുപാട് വിരോധികളുണ്ട്. 27 തടവെ അടിച്ചിട്ടുണ്ട്. അവൻ 27 പ്രാവശ്യം അവൻ അടി കൊണ്ടിട്ടുണ്ട്. ആ മരത്തിലെ കെട്ടി, മരത്തെ കെട്ടി, ഇവിടെ തവള അടിച്ച് റോട്ടില്, അവൻ കന്നത്തടിച്ച് റോട്ടിലിട്ട്. ഇതിൽ സുമാർ 27 സതി പോലീസ് സ്റ്റേഷൻ ഇഷ്ട കംപ്ലൈന്റ് ಇದೆ. അവൻ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം ഇത്രയും കംപ്ലൈന്റുകളുണ്ട്. ನನಗೆ പാസ്പോർട്ട് ഇവെല്ലാം ಕೊಡೋದಿಲ್ಲ, അവൻ എനിക്ക് പാസ്പോർട്ട് അതൊന്നും തരത്തില്ല, എവിഡൻസ് ഇല്ല, പിന്നെ അവിടെ കംപ്ലൈന്റ് ഉണ്ട്. അവൻ എവിഡൻസ് ഇല്ല എങ്കിലും കംപ്ലൈന്റ് ഉണ്ട്. ബ്ലാക്ക് ലിസ്റ്റില്, ബ്ലാക്ക് ലിസ്റ്റിൽ പേരുണ്ട്. ವಯಸ್ಸಲ್ಲ. ಆದ್ರೆ ಅಲ್ಲಿ എന്നാൽ അവിടെ ದೇವರು ನನಗೆ ಹೇಳಿದ್ದು ദൈവം എന്നോട് പറഞ്ഞത് ಬಲದಿಂದಲ್ಲ, അവൻ സൈന്യത്താലല്ല, ಬಲಾತ್ಕಾರ, ശക്തിയിലല്ല, ಬಲದಿಂದಲ್ಲ, ಪರಾಕ್ರಮದಲ್ಲ, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ನನ್ನ ಆತ್ಮದಿಂದ ಎಲ್ಲ. എന്റെ ആത്മാവനാലത്രേ. ಆಗ ನಾನು ಅರ್ಥ ಮಾಡಿಕೊಂಡೆ, അപ്പോൾ എനിക്ക് മനസ്സിലായി, ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಅವಕಾಶ ಕೊಟ್ಟೆ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ ഇടം കൊടുത്തു. ಬೈಬಲ್ ಹೇಳುತ್ತದೆ, വചനം പറയുന്നു, ದೇವರು ಆತ್ಮ ಎಲ್ಲಿದ್ದಾರೋ ദൈവത്തിന്റെ ആത്മാവ് എവിടുണ്ടോ ಅಲ್ಲಿ ಬಿಡುಗಡೆ ಇದೆ. അവിടെ വിടുതലുണ്ട്. 2 ಡಿಸ್ಟ್ರಿಕ್ಟ್ ಅಲ್ಲಿ അവൻ 2 ജില്ലയിൽ ನನ್ನ ಹತ್ರ സൈൻ ತಗೊಂಡಿದ್ದ. അവൻ എന്റെ അടുത്ത് സൈൻ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ നീ ಸುಶೇಷ ಅರಿವಿಕೆ ಪಾಡಿಲ್ಲ, നീ സുവിശേഷം അറിയിക്കാൻ പാടില്ല, ನೀ ಸುವಾರ್ತೆ ಮಾಡಿದ್ರೆ ನಿನ್ನನ್ನು ಗಡಿಪಾರು ಮಾಡಿಬಿಟ್ಟು. അവൻ സുവിശേഷം അറിയിച്ചോണ്ട് നിന്നെ എടുത്ത് അകത്തിടും. ಆಗ ನಾನು ದೇವರ ಹತ್ರ ಕೇಳಿದೆ, ഞാൻ ദൈവത്തോട് ചോദിച്ചു, ಅಟ್ಲೀಸ್ಟ್ ಅಲ್ಲಿ ಉಳ್ಕೊಳ್ಳೋಕೆ ಅವಕಾಶ ಕೊಟ್ಟವ್ರೆ, അവൻ അറ്റ്ലീസ്റ്റ് എന്നെ അവിടെ താമസിക്കാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ಆಗ ದೇವರು ಹೇಳಿದ್ರು, അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ಲೋಕದಲ್ಲಿರುವವರಿಗಿಂತ ನಿನ್ನಲ್ಲಿರುವವರು ದೊಡ್ಡವರಾಗಿದ್ದಾರೆ. അവൻ ലോകത്തിലുള്ളവനേക്കാൾ നിന്റെ അകത്തുള്ളവൻ വലിയവനാണ്. ಆಗ ನಾನು ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಮಾತಾಡಕ, അപ്പൊ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ದಿನಾ ಪ್ರಾರ್ಥನೆ ಮಾಡಕ, അവൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ಮಾಡ್ತಾ ಮಾಡ್ತಾ അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നപ്പോ ನಮ್ಮ ಚರ್ಚ್ ಒಳಗೆ ಒಂದು ದೊಡ್ಡ ಅಲ್ಲಿ ದೇವರ ಕೃಪೆ ನಡೀತು. അവൻ ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു വലിയൊരു ദൈവ പ്രവൃത്തി സംഭവിച്ചു. ಜನರು ಪ್ರವಾದಿಸಲು ಪ್ರಾರಂಭಿಸಿದರು, ജനം പ്രവചിക്കാൻ തുടങ്ങി, ದರ್ಶನಗಳು ಕಾಣ ಆರಂಭಿಸಿದರು. അവൻ ದರ್ಶನಗಳು ദർശനങ്ങൾ കാണാൻ തുടങ്ങി. ಅವರೇ ಹೋಗಿ ಆತ್ಮಗಳನ್ನು ಆತ್ಮಹತ್ಯೆ ಮಾಡಿಕೊಂಡು ಸಾಯತಕ್ಕಂತ ಮನೆಗೆ ಹೋಗಿ ತಟ್ಟಿ ಕರ್ಕೊಂಡ್ಬರಕ, അവൻ ಆತ್ಮಹತ್ಯೆ ചെയ്ത് മരിക്കാൻ വേണ്ടിയിരിക്കുന്ന ഭവനങ്ങളിൽ പോയി ചെന്ന് തട്ടി അവരെ വിളിച്ചുകൊണ്ടുവരടിയായി. ಹೀಗೆ ಅದ್ಭುತಗಳು ಸ್ಟಾರ್ಟ್ ಆಯ್ತು. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ആരംഭിക്കാനിടയായി. 60-80 ಕಿಲೋಮೀಟರ್ ಅಲ್ಲಿ ಜೀಪ್ ಅಲ್ಲಿ ಗಾಡಿಯಲ್ಲಿ ತಗೊಂಡ್ಬಂದು ವ್ಯಾಧಿ ದೆವ್ವ ಪೀಡೆ ಹಿಡಿದವ್ರನ್ನ ಕರ್ಕೊಂಡ್ ಚರ್ಚೆ ಹಾಕ್ಬಿಡು. അവൻ 60-80 കിലോമീറ്ററുകൾ ദൂരത്തു നിന്ന് വരെ ആൾക്കാരെ കൊണ്ടുവന്ന് പിശാച് ബാധിച്ചവരെയും അവൻ രോഗികളെയും കൊണ്ടുവന്ന് അവർ വിടുതൽ പ്രാപിച്ചു മടങ്ങിപ്പോഴേ. നാം പോകാടില്ല, അവൻ ഞാൻ പോകേണ്ട ആവശ്യമില്ല, അവരെ ഇവിടെ വരും, അവരിവിടെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ജന കർಕೊಂಡ್ ಬರ್ತಿದ್ರು. അങ്ങനെ ജനങ്ങളെ കൊണ്ടുവരാൻ തുടങ്ങി. ನಾವು ಚರ್ಚಲ್ಲಿ ಅವ್ರನ್ನ ಇಟ್ಟು അവൻ ഞങ്ങൾ ജനത്തെ അവരെല്ലാം സഭയിൽ വെച്ചു ಅವರಿಗೆ ಪ್ರೇಯರ್ ಮಾಡುವಾಗ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ಆ ದೆವ್ವಗಳು ಆಚೆ ಬರೋದು, ആ പിശാചിങ്ങനെ ഇളകാൻ തുടങ്ങി. ಅದು ದೇವರ ಹೆಸರು ಹೇಳು. അവൻ ആ പിശാചിന്റെ അവരുടെ ദൈവന്മാരുടെ പേര് പറയാൻ തുടങ്ങി. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോണ്ട് അത് ഓടിപ്പോകും. ಅವರೆಲ್ಲ ಆಚರಣೆ ಮಾಡೋರು. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ആശ്ചര്യമായി. അണ്ണാ, ನಮ್ಮ ದೈವത്തോடு ದೊಡ್ಡ ದೇವರಿದ್ದಾರೆ, നമ്മുടെ ദൈവത്തെക്കാൾ വലിയ ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. ಅವರೆಲ್ಲ ಕುಟುಂಬವಾಗಿ, അവരെല്ലാം കുടുംബമായി, ಗ್ರಾಮವಾಗಿ, അവൻ ഗ്രാമങ്ങളായി ಯೇಸುವಿನ ಅಂಗೀಕಾರ യേശുവിനെ അംഗീകരിക്കാൻ തുടങ്ങി. ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಯಾವ ಗ್ರಾಮದಲ್ಲಿ ನನ್ನನ್ನು ಕಟ್ಟಿ ಹಾಕಿ ಹೊಡೆದ್ರು, അവൻ ഏത് ഗ്രാമത്തിലാണോ എന്നെ കെട്ടിയിട്ടിട്ട് അടിച്ചത്, ಆ ಗ್ರಾಮದಲ್ಲಿ 5 ಮನೆ ಬಿಟ್ಟು ಎಲ್ಲ ಗ್ರಾಮ ರಕ್ಷಣೆ ಬಿಡಿ. ആ ഗ്രാമത്തിലുള്ള 5 വീടൊഴികെ ബാക്കിയുള്ള ഗ്രാമവാസികൾ മുഴുവൻ യേശുവിനെ അറിഞ്ഞു. ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಆ ಗ್ರಾಮದಲ್ಲಿ ಒಂದು ಚರ್ಚೆ ಆಯ್ತು. ആ ഗ്രാമത്തിലും ഇപ്പോൾ ഒരു സഭയുണ്ട്. ವಯಸ್ಸಲ್ಲ, ಎಲ್ಲೆಲ್ಲಿ ನಮಗೆ ಉಪದ್ರ ಆಯ್ತು, അവൻ എവിടെയൊക്കെ അവൻ ഉപദ്രവം ഏറ്റിട്ടുണ്ടോ ಅಲ್ಲೆಲ್ಲ ಅರ್ಧ ಗ್ರಾಮ ರಕ್ಷಣೆ ಒಂದು ಚರ್ಚೆಗೆ ಬರ್ತದೆ. അവിടെയൊക്കെ അവൻ പാതി ഗ്രാമം തന്നെ വിടുവിക്കപ്പെട്ട് സഭയ്ക്കകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ಬಲದಿಂದಲ್ಲ, ಪರಾಕ್ರಮದಿಂದಲ್ಲ, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല. ಸೈನ್ಯ ಅಲ್ಲ, ಸೈನ್ಯ ಅಲ್ಲ, ಗುಂಪಲ್ಲ. ಓಕೆ,
ಬಲದಿಂದಲಲ್ಲ, ಪರಾಕ್ರಮದಲ್ಲ, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ದೇವರ ಶಕ್ತಿ, ದೇವರ ಆತ್ಮದ. ദൈവത്തിന്റെ ആത്മാവിലാണത്രേ. ಸೊ ನೀವು ಟ್ರೈ ಮಾಡಕ್ ಹೋಗ್ಬೇಡ್ರಿ. ആമേൻ. നിങ്ങൾ പരിശ്രമിക്കണ്ട, ಕಷ್ಟಪಡಕ್ ಹೋಗ್ಬೇಡ್ರಿ. ആമേൻ. കഷ്ടപ്പെടണ്ട. ನಂಬುವುದಕ್ಕಾಗಿ ನಂಬಿಕೆ. ആമേൻ. വിശ്വസിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തിൽ വിശ്വസിച്ചാൽ മതി. ಹಲ್ಲೆಲೂಯ. ആമേൻ. ದೇವರು ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಅವರವರ ವಿಶ್ವಾಸ ಅಳತೆಯನ್ನು ಕೊಟ್ಟಿದ್ದ. ആമേൻ. ദൈവം ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടിട്ടുണ്ട്. ವಿಶ್ವಾಸ ಅಳತೆ ತಕ್ಕ ಹಾಗೆ ನಂಬಿಕೆಯಿಂದ ನಾವು ಆಪರೇಟ್ ಮಾಡುವಾಗ ആ വിശ്വാസത്തിന്റെ അളവിന് ഒത്തവണ്ണം നിങ്ങൾ വിശ്വസിപ്പാൻ തയ്യാറാകും. ಕರ್ತನು ನಿಮ್ಮನ್ನು ಕೊಂಡು ದೊಡ್ಡ ಕಾರ್ಯಗಳು ಮಾಡುವ കർത്താവ് നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാനിടയാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ್ರು ಶಿಷ್ಯರು ನೋಡಿ, യേശു കർത്താവ് ശിഷ്യരെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ಅಭಿಷೇಕ ನಿಮ್ಮ ಮೇಲೆ ಬರುವಾಗ അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ ಫಸ್ಟ್ ನೀವು ಬಲ ಹೊಂದುತ್ತೀರಿ. അവൻ ആദ്യം നിങ്ങൾ ബലം പ്രാപിക്കും. ಆಮೇಲೆ അതിനുശേഷം ಯೆರೂಸಲೇಮ್, അവൻ ജെറുസലേം, ಯೂದಾಯ, യഹൂദ, ಸಮಾರ್ಯ, ശമര്യ, ಲೋಕದ ಕಟ್ಟ ಕಡೆವರೆಗೂ ഭൂമിയുടെ അറ്റം വരെ എന്റെ സാക്ഷികളാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಈಗ ಕಂಪ್ಲೇಂಟ್ ಬರೆದವರು, അവൻ ഇപ്പോൾ കംപ്ലൈന്റ് എഴുതിയവരും, ಕಂಪ್ಲೇಂಟ್ ಮಾಡಿದವರು, കംപ്ലൈന്റ് ചെയ്തവരും, ಕಂಪ್ಲೇಂಟ್ ತಗೊಂಡವರು കംപ്ലൈന്റ് വാങ്ങിച്ചവരും ಎಲ್ಲ ಚರ್ಚಲಿದ್ದಾರೆ. എല്ലാം ഇപ്പൊ ചർച്ചയാക്കുന്നു. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಅರ್ಥ ಆಯ್ತಾ? മനസ്സിലായോ? ಬಲದಿಂದಲ್ಲ, സൈന്യത്താലല്ല, ನಮ್ಮ ಶಕ್ತಿಯಿಂದಲ್ಲ, ശക്തിയാലല്ല, ದೇವರ ಆತ್ಮದಿಂದ ಎಲ್ಲ. ദൈവത്തിന്റെ ആത്മാവിനാൽ എല്ലാം സംഭവിക്കും. ಈಗಲೇ ನೀವು ನಂಬಬೇಕು. അവൻ ഇപ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കണം. ಈ ಕೂಟದಲ್ಲಿ ഈ മീറ്റിംഗിൽ ಸತ್ಯವನ್ನು ತಿಳ್ಕೊಳ್ರಿ. അവൻ സത്യത്തെ തിരിച്ചറിയണം. ಸತ್ಯ ಏನ್ ಹೇಳ್ತದೆ? സത്യം എന്താണ് പറയുന്നത്? ಪವಿತ್ರಾತ್ಮನ ಎಲ್ಲಿದ್ದಾನೋ അവൻ പരിശുദ്ധാത്മാവ് എവിടുണ്ടോ അവിടെ ಬಿಡುದಲೆ ಉಂಟು. അവിടെ വിടുതലുണ്ട്. ಗಣೇಶ್, ಹಲ್ಲೆಲೂಯ. ആമേൻ. ನೀವು ನಂಬಬೇಕು. അവൻ നിങ്ങൾ വിശ്വസിക്കണം. ಬಾಯಿಂದ ಅರಿಕೆ ಮಾಡ್ರಿ. ಬಾಯಿಂದ ಅರಿಕೆ ಮಾಡಿ, അവൻ വായിൽ ഏറ്റുപറയണം. അതുകൊണ്ട് ഏറ്റുപറയണം, ನಾನು ಬಿಡುದಲೆಯಾಗಿ ಇവിടുന്ന് പോവാം. ഞാൻ വിടുതൽ പ്രാപിച്ച് ഇവിടുന്ന് പോകും. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಶರೀರದಲ್ಲಿ ಬಿಡುದಲ್ಲ, ಶರೀರದಲ್ಲಿ ಬಿಡುಗಡೆ, ശരീരത്തിൽ വിടുതൽ, ಮನಸ್ಸಲ್ಲಿ ಬಿಡುಗಡೆ, മനസ്സിൽ വിടുതൽ, ಕುಟುಂಬದಲ್ಲಿ ಬಿಡುಗಡೆ, കുടുംബത്തിനകത്ത് വിടുതൽ. ನಿಮ್ ಒಳಗೆ ಐತೆ. അവൻ നിങ്ങളുടെ അകത്ത് തന്നെ ഉണ്ട്. ಇನ್ನೊಂದು ಬಿಡುಗಡೆ ಕೂಡ ಅವಶ್ಯ ಇಲ್ಲ. അവൻ വീണ്ടും ഒരു വിടുതലിന്റെ വെയിറ്റിംഗ് ആവശ്യമില്ല. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಬಿಡುದಲ ಆತ್ಮ ಎಲ್ಲಿದ್ದಾರೆ? അവൻ വിടുതലിന്റെ ആത്മാവ് എവിടുണ്ട്? ನಿಮ್ ಒಳಗಿದ್ದಾರೆ. നിങ്ങളുടെ അകത്തുണ്ട്. ನಿಮ್ ಒಳಗಿದ್ದಾರೆ. നിന്റെ അകത്തുണ്ട്. ಆ ಆತ್ಮನು ನಮ್ಮನ್ನು ಬಿಡುಗಡೆ ಮಾಡಕ್ಕೆ, ആ ആത്മാവ് നിങ്ങളെ വിടുവിക്കാൻ ശക്തിയുള്ളതാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ನಿಮ್ಮನ್ನು ಬಿಡುಗಡೆ ಮಾಡ್ತಾರೆ. അവൻ നിങ്ങളെ വിടുവിക്കും. ನಿಮ್ಮ ಬಳಿಗೆ ಬರುವವರು ಬಿಡುಗಡೆ നിന്റെ ಮಾಡ್ತಾರೆ. അടുക്കൽ വരുന്നവരെ വിടുവിക്കും. ಆಮೇಲೆ ആമേൻ. ಐಸಲ ഹല്ലേലൂയ. ಇನ್ನೊಂದು ದಿನ ഒരു ദിവസം ಒಂದು ವ್ಯಕ್ತಿ ಕೈ ಕಾಲು ಇಲ್ಲದೆ ಇಲ್ಲಿ ಬಂದ್ರು. അവൻ കൈ കാലുകൾ ഇങ്ങനെ ആയി ഇരുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ ചർച്ച വന്നു. ಆಗ ಅವ್ರಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ಹೇಳಿದ್ರು. അവൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ಒಂದು ವಿಶ್ವಾಸ ಪ್ರಾರ್ಥನೆ ಮಾಡು. ഒരു വിശ്വാസി പ്രാർത്ഥിച്ചു. ನಾನು ಅಲ್ಲಿದ್ದೆ. അവൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ಅವನಿಗೆ ಕೈ ಕಾಲು ಬಂದ್ಬಿಡ್ತು. അവರಿಗೆ കൈയും കാലും നേരെ. ಅವ್ರು ಸೈಕಲ್ ತಗೊಂಡ. അവൻ സൈക്കിൾ വാങ്ങി. ಅಲ್ಲ ಸೈಕಲ್ ಊರೆಲ್ಲ ಸುತ್ತದ. അവൻ ആ സൈക്കിൾ വാങ്ങിച്ച ആ നാടെല്ലാം ചുറ്റി. ಎಲ್ಲಾರು ಹೇಳಿದ್ರು, ಪಂಡಿಸ್ವಾಮಿ ಕಾಲು ಹೋಗ್ತೀರಾ? അവരെല്ലാം എല്ലാവരും ആശ്ചര്യപ്പെട്ട് നോക്കിയ. ಅವ್ರು ಹೇಳ್ದ, അവൻ പറയാ, യേಸು വിടുവിച്ചു, യേಸು വിടുവിച്ചു, യേശു വിടുവിച്ചു, യേശു വിടുവിച്ചു എന്ന് സൈക്കിൾ ഓടിച്ചിട്ട് പറയാ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಆಮೇಲೆ ಏನಾಯ್ತು, ಒಂದು 6 ತಿಂಗಳಾಯ್ತು. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു. ಅವನು ದೀಕ್ಷಾಸನ ತೆಗ್ದಿರ್ಲಿಲ್ಲ. അവൻ സ്നാനപ്പെട്ടില്ലായിരുന്നു. ಆದ್ರೆ ಸತ್ತೋದ ಒಂದು ದಿನ. ആ വ്യക്തി ഒരു ദിവസം മരിച്ചുപോയി. ಆಗ ಅವ್ರ ಮನೆ ಪಕ್ಕದಲ್ಲಿರುವವರು ಹೇಳಿದ್ರು, അപ്പൊ അവരുടെ വീടിന്റെ തൊട്ടടുത്തിരുന്നവർ പറഞ്ഞു, ವಿಶ್ವಾಸಿ ಮನೆಗೆ ಬಂದು, ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസി വീട്ടിൽ വന്നു, ಮಣಿ ಸ್ವಾಮಿ ಸತ್ತು പോയി എന്ന് പറഞ്ഞു. അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ಆ ಅಮ್ಮ ಹೇಳಿದ್ರು, ആ സഹോദരി ആ അമ്മ പറഞ്ഞു, ಅವನ್ ಸಾವುದಿಲ್ಲ. അവൻ മരിക്കത്തില്ല. ಅಕ್ಕ ನಾನು ಸಾವಿಂದ ಬಂದಿದ್ದೇನೆ. അവൻ എന്തുകൊണ്ടെന്നാൽ അവൻ ആ മരണത്തിൽ നിന്ന് അവൻ വന്നത്. ಆ ಅಮ್ಮ ಅವನ್ ಸಾವು ಮಾಡ್ತಾನೆ, ಯಾಕಂದ್ರೆ ಜ್ಞಾನಸ್ಥಾನ ತೆಗ್ದಿಲ್ಲ ಅವನು. അവന്റെ അമ്മ പറഞ്ഞു, അവൻ മരിക്കത്തില്ല, കാരണം അവൻ സ്നാനപ്പെട്ടിട്ടേ ഇല്ല, അതുകൊണ്ട് മരിക്കത്തില്ല എന്ന് പറഞ്ഞു. ಅಕ್ಕ ನಾನು ಸಾವಿಂದ ಬರ್ತಿದ್ದೇನೆ ಅಂದ್ರು. അവൻ മരണത്തിൽ നിന്നാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. ಆದ್ರೆ ಅಮ್ಮ ಹೇಳಿದ್ರು, ಇಲ್ಲ. അപ്പോ ആ സഹോദരി പറയണം, ഇല്ല. ಪ್ರಾರ್ಥನೆ ಮಾಡಿದ ಎಣ್ಣೆ ತಗೊಂಡ್ಬಂದ್ರು. അവൻ പ്രാർത്ഥിച്ച എണ്ണ എടുത്തോണ്ട് വന്നു. ನೇರಕ್ಕೆ ಬಂದು ನೋಡಿದ್ರು, ಸಾವು ಬಂದ್ರು. അവൻ ഈ മരിച്ചെടുത്ത് വന്നു. ಅಲ್ಲಿ ಅವ್ರು ಹೆಂಡತಿ അവന്റെ ഭാര്യ ഇങ്ങനെ വാവിട്ട് കരയുക. ಆಗ അപ്പൊ അവനോട് പറഞ്ഞു, വായടക്ക്. ಹೇಳ ಕಾಲ್ ಕಟ್ಟಿಬಿಟ್ಟಿದ್ದಾರೆ.
ആ രണ്ട് കാലിങ്ങനെ കെട്ടിയിട്ടുണ്ട്, ಕೈಗೆ ಕಟ್ಟಿದ್ದಾರೆ, കൈ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ಬೆಡ್ ಎಲ್ಲ ಹಾಕ್ಬಿಟ್ಟಿದ್ದಾರೆ, അവൻ ഈ ബെഡിൽ ഇങ്ങനെ കിടത്തിരിക്കുക. ಮೈ ಮೇಲೆ ಮುಖ ಮೇಲೆ ಬಟ್ಟೆ ಹಾಕ್ಬಿಟ್ಟಿದ್ದಾರೆ, അവൻ ദേഹത്തെല്ലാം വസ്ത്രം തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ മൂടിയിരിക്കുക. ಎಲ್ಲ ಸುತ್ತು ಕೂತಿದ್ದಾರೆ. അവൻ എല്ലാവരും ഇങ്ങനെ വട്ടം ചുറ്റിയിരിക്കുക. ಈ ಅಮ್ಮ ಹೇಳಿದ್ರು, ഈ അമ്മ പറയാ, ಹಾಯ ಮೂಳೆ വായടയ്ക്ക് ಆ ಬಟ್ಟೆ ತೆಗೆದ್ರು, ആ തുണിയെ മാറ്റി ಏಸು ರಕ್ತಕ್ಕೆ ಜಯ ಹಚ್ಚಿದ್ರು. യേശുവിന്റെ രക്തത്തിൽ ജയമെന്ന് പറഞ്ഞു തേച്ചു. അവൻ എഴുന്നേറ്റ് പോകുന്നു. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಬಲದಿಂದಲ್ಲ, ശരീരത്താലല്ല, ಪರಾಕ್ರಮದಿಂದಲ್ಲ, ശക്തിയാലുമല്ല, ದೇವರ ಆತ್ಮದಲ್ಲ. ദൈവത്തിന്റെ ആത്മാവിനാൽ. ಆ ಸಾಮರ್ಥ್ಯ ಕೊಡುವವರು ಅವರೇ, അവൻ ആ ശക്തി, ആ ബലം തരുന്നത് അവനാണ്. ಆ ಜ್ಞಾನ ಕೊಡುವವರು ಅವರೇ, ആ ജ്ഞാനം തരുന്നത് ಆ അവനാണ്. ಧೈರ್ಯ ಕೊಡುವವರು ആ ಅವರೇ, ധൈര്യം തരുന്നത് ಆ അവനാണ്. ಶಕ್ತಿಯನ್ನು ಉಂಟು ಮಾಡುವವರು ಅವರೇ. ആ ശക്തിയെ അവൻ തരുന്നതും ആ കർത്താവാണ്. ಓ ಆ ಪೇತ್ರರು ആ പത്രോസ് ಯೇಸು ಕ್ರಿಸ್ತನನ್ನ ಅಲ್ಲಗಡಿಸ್ದ. അവൻ യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞു. ಒಬ್ಬ ಸ್ತ್ರೀ ಹತ್ರ ಅಲ್ಲಗಡಿಸ್ದ. അവൻ ಒಂದು ಸ್ತ್രീയുടെ മുൻപിലും തള്ളി പറഞ്ഞു. ಅದರ ಅಭಿಷೇಕ ಬಂದ ಮೇಲೆ അവൻ അഭിഷേകം വന്നതിന് ശേഷം ಅವನು ಹೇಳಿದ್ದು, ಅಲ್ಲಿ 3,000 ಜನಕ್ಕಿಂತ ಹೆಚ್ಚು ಜನ ಬಂದಿದ್ರು. അവൻ അവിടെ 30,000-ലേറെ ജനം കടന്നു വന്നിരുന്നു. ಅಲ್ಲಿ ಬಂದು ಎಲ್ಲರೂ ಟೀಕಿಸ್ತಿದ್ರು. അവൻ അവരെ എല്ലാവരും മുന്നിൽ നിന്നിരിക്കുക. ಆಗ ಪೇತ್ರ ಎದ್ದು ನಿಂತ, അപ്പോ അവരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നു. ಆ ಸಾಮರ್ಥ್ಯ ಕೊಟ್ಟವರು ಯಾರು? അവൻ ആ ബലം തന്നവൻ ആരാണ്? ಆ ಶಕ್ತಿ ಕೊಟ್ಟವರು ಯಾರು? ആ ശക്തി തന്നവൻ ಆ ആരാണ്? ಧೈರ್ಯವನ್ನು ಕೊಟ್ಟವರು ಯಾರು? ആ ധൈര്യം തന്നതാരാണ്? ಅವನ ಮೇಲೆ ಬಂದಂತ ಅಭಿಷೇಕ. അവന്റെ മേൽ വന്ന അഭിഷേകമാണ്. ಎದ್ದು ನಿಂತ, എഴുന്നേറ്റ് നിന്നു. ಪ್ರಸಂಗಿಸಿದ. അവൻ പ്രസംഗിച്ചു. 3,000 ಜನ ಒಂದೇ ಪ್ರಸಂಗದ ಲಕ್ಷಣ. ഒറ്റ പ്രസംഗത്തിൽ 3,000 പേർ രക്ഷിക്കപ്പെട്ടു. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಅವತ್ತು ಮಾಡಿದಾತನು ಇವತ್ತು ಮಾಡಕ್ಕೆ അന്ന് ചെയ്തവൻ ഇന്നും ചെയ്യാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ಅರ್ಥ ಆಯ್ತಾ ಹೇಳುವಂತದ್ದು? അവൻ മനസ്സിലായി ഞാൻ പറഞ്ഞത്? ನಮ್ಮನ್ನು ಬಲಪಡಿಸುವ ಕ್ರಿಸ್ತನಿಂದ അവൻ ബലപ്പെടുത്തുന്ന ക്രിസ്തുവിനാണ് ಎಲ್ಲವನ್ನು ಮಾಡಕ್ಕೆ ಶಕ್ತಿ. അവൻ സ്തോത്രം. നമ്മളെ ശക്തിയിരിക്കുന്നവരല്ല, എല്ലാം ചെയ്യുവാൻ നമ്മൾ മതിയായവരാണ്. ಆಮೇಲೆ ಲೋಕದಲ್ಲಿರುವ ನಮಗಿರುವ ಎಲ್ಲ ವಿರೋಧಕ್ಕಿಂತ ನಮ್ಮೊಳಗಿರುವವನು ಹೆಚ್ಚಿನವನ. അവൻ ലോകത്തിലുള്ള അവൻ വിരോധികളെക്കാളും വലിയവനാണ് നമ്മുടെ അകത്ത് അവൻ ഇരിക്കുന്നത്. ನಮ್ಮನ್ನ ಮೊದಲು ಆರಾಧನೆ ಮಾಡಕ್ ಬಿಡ್ತಿರ್ಲಿಲ್ಲ. അവൻ ഞങ്ങളെ ആദ്യമൊന്നും ആരാധിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ಹಿಂಗೆ ಕೈ ತಟ್ಟಿ ಆಳಂಗಿಲ್ಲ, ഇങ്ങനെ കൈതട്ടാൻ പാടില്ലായിരുന്നു. ಮೈಕ್ ಸ್ಪೀಕರ್ ಇಲ್ವೇ ಇಲ್ಲ, അവൻ മൈക്കും സ്പീക്കറും ഉണ്ടായിരുന്നേ ഇല്ല. ಹಾಕಂಗಿಲ್ಲ, അവൻ അത് ഓൺ ചെയ്യാൻ പാടില്ല. ಆರಾಧನೆ ನಡೆಸಂಗಿಲ್ಲ, ആരാധന നടത്താനേ പാടില്ല. ಮೊದಲು ಸಾರಾಯಿ ಅಂಗಡಿ, ತಾಡಿ ಅಂಗಡಿಯಲ್ಲಿ ನಾವು ಒಂದು ಆರಾಧನೆ അവൻ ആദ്യമൊക്കെ ഞങ്ങൾ ആരാധന തുടങ്ങിയത് ഈ കള്ള് ഷാപ്പിലാണ് ഞങ്ങൾ ആരാധന തുടങ്ങിയത്. ಕಲ್ಲು ಕರ್ನಾಟಕ ಅವತ್ತು ಸ್ಟಾಪ್ ಆಯ್ತು. അവൻ കള്ള് കർണാടകത്തിൽ സ്റ്റോപ്പായി. ಆಗ ಅದು ಅಂಗಡಿ ಸುಮ್ಮನೆ ಇತ್ತು. അവൻ കള്ള് കർണാടകത്തിൽ നിരോധിച്ചതിന് ശേഷം ആ കള്ള് ഷാപ്പുകൾ ചുമ്മാ കാലി കിടപ്പുണ്ടായിരുന്നു. ನಾವು ಯಾರು ಬಾಡಿಗೆ ಕೊಡಂಗಿಲ್ಲ. അവിടെ ആരും കൊടുക്കത്തില്ല വാടക. ಈ ಕಲ್ಲು ಶಾಪ್ പോയി ನಾವು ಆರಾಧನೆ, ഈ കള്ള് ഷാപ്പിനകത്ത് പോയായിരുന്നു ഞങ്ങൾ ആരാധന തുടങ്ങിയത്. ഹല്ലേലൂയ. ಅಲ್ಲಿ ಓಡಿಸ್ಬಿಟ್ರು. അവിടെ ഓടിച്ചു വിട്ടു. ಒಂದು ಪಾಳು ಬಿದ್ದ ಬಂಗ್ಲಾ ಇತ್ತು. അവൻ അവിടെ ഒരു വലിയൊരു വലിയൊരു കൊട്ടാരം പോലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ಅದು ಪಾಳು ಹೋಗ್ಬಿಟ್ಟು അത് വളരെ ഇതായ സ്ഥലം, നശിച്ചുപോയ സ്ഥലം. ಅದನ್ನು പോയി ಬಾಡಿಗೆ ಕೇಳಿದ್ರು. അതിനകത്ത് പോയി അതും പോയി വാടക ചോദിച്ചു. ಅದು ಅವ್ರು ಬಾಡಿಗೆ ಎಲ್ಲ ಕೊಡಲ್ಲ, ಅದು ನಮಗೆ ಶಾಪ್ ಹಾಕ್ಬಿಟ್ಟಿದೆ, ನೀವೇ ತಗೊಳ್ಳಿ. അത് വാടകയ്ക്കൊന്നും ഞങ്ങൾ തരത്തില്ല. കാരണം ആ ഒരു ബിൽഡിംഗ് മുഖേന ഞങ്ങൾ വളരെ ശപിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങൾ വാടകയ്ക്ക് തരില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ വേണേ എന്തെങ്കിലും കാണിച്ചോളാം പറഞ്ഞു. ಆಗ ನಾವು ಅದನ್ನು ತಗೊಂಡು അവൻ ഞങ്ങൾ അങ്ങനെ ആ സ്ഥലം വാങ്ങിച്ചു. ಅಲ್ಲಿ ಆರಾಧನೆ ಸ್ಟಾರ್ಟ್. അങ്ങനെ ಆ സ്ഥലത്ത് ഞങ്ങൾ പോയി ആരാധനിക്കാൻ. ಅಲ್ಲಿ ಬಂದು ಚರ್ಚ್ ಮೇಲೆ ದಾಳಿ ಮಾಡೋರು, ಹೊಡೆಯೋದಕ್ಕೆ ಬರುವ. അവൻ അങ്ങനെ ചർച്ചിൽ വന്ന് അവൻ സ്വന്തം പ്രശ്നം അടിക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ വരുമായിരുന്നു. ನಾನು ಪ್ರಸಂಗ ಮಾಡ್ತಿದ್ರೆ അവൻ ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അടിക്കാൻ വിളിക്കുമായിരുന്നു. ചർച്ചുകാർ വിശ്വാസം ഇല്ല, ಹೊಡೆದು പൊട്ടെല്ലാം ಹಾಕಿ ಬಾಯಲ್ಲಿ ಸಾರ ಇರೋದು. അവൻ സ്വന്തം വീട്ടിൽ വിശ്വാസികളെ എല്ലാം വന്ന് അവൻ അടിച്ച് അവരുടെ നെറ്റിയിൽ ഇങ്ങനെ പൊട്ടൊക്കെ വെച്ച് അവരുടെ വായിൽ ഇങ്ങനെ കള്ളൊഴിച്ചു കൊടുക്കുമായിരുന്നു. ಹೆಂಗಸನ್ನು ಕೂಡ ಬಿಡ್ತಿರ್ಲಿಲ್ಲ, സ്ത്രീകളെ കൂടെ ಬಿಡ್ತಿല്ലായിരുന്നു. ಅಲ್ಲಿ ಅಷ್ಟು ಅಪೋಸಿಷನ್ ಇತ್ತು. അവൻ അത്രയേറെ എതിർപ്പുണ്ടായിരുന്നു. ಆದರೆ ಇವತ್ತು എന്നാൽ ഇന്ന് ದೇವರ ಕೃಪೆಯಿಂದ, ദൈവത്തിന്റെ കൃപയാൽ ಕರ್ನಾಟಕದಲ್ಲಿ ಅಷ್ಟು ಚರ್ಚ್ ಇಲ್ಲ. അവൻ കർണാടക സ്റ്റേറ്റിൽ അത്രയും വലിയൊരു ചർച്ചയില്ല. 25,000 സ്ക്വയർ ഫീറ്റ് ചർച്ച് കടത്താൻ അവൻ 25,000 സ്ക്വയർ ഫീറ്റുള്ള സഭ ഇന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ಅವತ್ತಿನಿಂದ അന്ന് മുതൽ ಇವತ್ತುವರೆಗೂ ഇന്ന് വരെയും ತಿಂಗಳ ದೀಕ್ಷಾಸನ ನಡೀತಾನೆ. അവൻ മാസം അവൻ സ്നാനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
ಬಲದಿಂದಲ್ಲ, സൈന്യത്താലെയല്ല, ಪರಾಕ್ರಮದಿಂದಲ್ಲ, ശക്തിയാലുമല്ല, ಆತನ ಅಭಿಷೇಕದಿಂದ. അവന്റെ അഭിഷേകത്തിനാലെ. ರಕ್ಷಣೆ ಹೊಂದಿದವರನ್ನು അവൻ രക്ഷിക്കപ്പെട്ടവരെ ಅನುದಿನವೂ അവൻ അനുദിനവും ಕರ್ತನು ಸಭೆ ಒಳಗೆ ಸೇರಿಸಿದ್ರು. കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു. ಹಲ್ಲೆಲೂಯಾ, ಆಮೆನ್. ಅರ್ಥ ಆಯ್ತಾ? മനസ്സിലായോ? ನೋವ ಒಂದು ನಾವೇ ಕಟ್ಟಿದ. അവൻ നോഹ ഒരു പെട്ടകം പണിഞ്ഞു. ದೈವ ಹೇಳಿದ್ರು ನಾವೇ ಕಟ್ಟು ಎಂದು. അവൻ ദൈവം പറഞ്ഞു നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ಎಲ್ಲ ಜೋಡಿ ಜೋಡಿ ಪ್ರಾಣಿಗಳನ್ನು ಒಳಗೆ ಬಿಡಬೇಕು. അവൻ എല്ലാത്തിന്റെയും ജോഡി ജോഡിയായി അതിനെല്ലാം ആ പെട്ടകത്തിനകത്തേക്ക് വിടാൻ തുടങ്ങി. ಒಂದು ವೇಳೆ ನೋವ ಜೋಡಿ ಜೋಡಿ ಹುಡುಕೊಂಡು ಹೋಗಿದ್ದಿದ್ರೆ, അവൻ ഒരു പക്ഷേ നോഹ ജോഡി ആയിട്ടുള്ളതിനെ തേടി പോയിരുന്നെങ്കിൽ ಇವತ್ತುವರೆಗೂ ಹುಡುಕ್ತಾನೆ ಇರ್ಬೇಕಾಗಿ. ഇന്നുവരെയും നോഹ കടന്ന് തേടിക്കൊണ്ടിരുന്നേനെ. ಇವಾಗ ಡಿಸ್ಕವರಿ ಎಲ್ಲ ಆಗ್ತಾರೆ. ಡಿಸ್ಕವರಿ അവൻ ഇപ്പൊ ഡിസ്കവറി ചാനലിനകത്തൊക്കെ ഇങ്ങനെ കാണിക്കുമല്ലോ. ವರ್ಲ್ಡ್ ಫಸ್ಟ್ ಡಿಸ್ಕವರ್ಡ್ ಇನ್ ದಿಸ್ ಕ್ಯಾಮರಾ ಫಸ್ಟ್ ಬರ್ಡ್ ಅಂತ ಹೇಳ್ತಾರೆ. ആമേൻ സ്തോത്ര. ഈ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഡിസ്കവറി ക്യാമറ എന്ന് പറയുന്നത് ആമേൻ സ്വർഗമാണ്. ಆ ಡಿಸ್ಕವರಿ ಕ್ಯಾಮರಾಲ ಮೊದಲ ಬರ್ಡ್, ಫಸ್ಟ್ ಬರ್ಡ್. അവൻ ആ ഡിസ്കവറി ചാനലിലെ ആദ്യത്തെ പക്ഷി എന്ന് പറയുന്നത് ಇದೇ ಫಸ್ಟ್ ಪಟ್ಟಿ. ಇದುವರೆಗೆ ಈ ಉಲಗದಲ್ಲಿ ಎವಡೆ ಕಂಡಿಟ್ಟಿಲ್ಲ. ആമേൻ സ്തോത്ര. ഇതുവരെ ഈ ഭൂലോകത്തിൽ എവിടെയും കാണാത്തതാണെന്ന കാര്യം ಅಂದು ನೋವ ಕಂಡು. അന്ന് നോഹ കണ്ടു. ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. എങ്ങനെ ಕಂಡು? എങ്ങനെയാണ് കണ്ടത്? നോവ പോയി പിടിച്ചിട്ട് വലിച്ചു വരല്ല. ആമേൻ സ്തോത്രം. നോഹ പോയി ഇരണ്ടിരണ്ടായി വിളിച്ചോണ്ട് വന്നല്ല. ನೋವ ಹೋಗಿ ಗಂಡ ಹೆಣ್ಣ ಅಂತ ನೋಡಿದ್ರೆ ಒಂದು ಬಿಡ್ತಿತ್ತು, ಕತ್ತೆ ಹೋಗಿ ಬೀಳ್ತಿದ್ದ. ആമേൻ സ്തോത്രം. നോഹ പോയി ഇത് ആണാണോ പെണ്ണാണോ നോക്കിയിരുന്നെങ്കിൽ പുറംകാലം അടിച്ചു കളഞ്ഞാനായിരുന്നു. കത്തെ ಒಂದು ಏನ್ ಕೊಟ್ಟಿದ್ರೆ ಹೋಗ್ಬಿಡ್ತಿದ್ದ. അവൻ ഒരു കഴുത ഒരു തൊഴി കൊടുത്തിരുന്നെങ്കിൽ നോഹ പറന്നു പോയാനായിരുന്നു. ഹല്ലേലൂയ. ಆದ್ರೆ ಜೋಡಿ ಜೋಡಿಯಾಗಿ ಯಾಕೆ ಕರ್ಕೊಂಡ್ ಬಂದ? അവൻ അതിനെ ജോഡി ജോഡിയായി കൂട്ടിക്കൊണ്ടുവന്ന ആരാണ്? ಪರಿಶುದ್ಧಾತ್ಮವಾണ്. ನಿಮ್ಮ ಚರ್ಚಲ್ಲಿ അവൻ നിങ്ങളുടെ സഭയിൽ ಅದೇ ಪರಿಶುದ್ಧಾತ್ಮ, അതേ പരിശുദ്ധാത്മാവ് ಕುಟುಂಬವಾಗಿ ಆತ್ಮಗಳನ್ನು കുടുംബമായി ആത്മാക്കളെ പെട്ടകത്തിലേക്ക് കൊണ്ടുവരും. ಆಮೆನ್. ആമേൻ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ನಮ್ಮ ಚರ್ಚಿಗೆ നമ്മുടെ സഭയിൽ 100 കിലോമീಟರ್ ಬರ್ತಾರೆ. 100 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വിശ്വാസികൾ വരാറുണ്ട്. 80 ಬರ್ತಾರೆ. 80 കിലോമീറ്റർ ദൂരെ വരാറുണ്ട്. ಅವರಿಗೆ ದರ್ಶನ ಆಗತ್ತೆ. അവർ ദർശനങ്ങളെ കാണുന്നവരാണ്. ನನ್ನ ಹೆಸರು ದೇವರು ಹೇಳ್ತಾರೆ ಅವರಿಗೆ. അവർക്ക് പേര് ദൈവം വെളിപ്പെടുത്താറുണ്ട്. ಹುಣಸೂರಿಗೆ ಹೋಗು ಅಂತ ಹೇಳ್ತಾರೆ. അവൻ ഹുംസൂരിന് പോ എന്ന് പറയാറുണ്ട്. ಅವರು ಬಸ್ ಹಿಡ್ಕೊಂಡ್ ಬರ್ತಾರೆ. അവർ ബസ് പിടിച്ചോണ്ട് വരും. ಒಂದು ಚರ್ಚಿಗೆ ಬರ್ತಾರೆ. അവർ ചർച്ചിലേക്ക് വരും. ಆಮೆನ್. ആമേൻ. ನಮಗೆ ಆಶ್ಚರ್ಯ, എനിക്ക് ആശ്ചര്യമാണ്. ಯಾರಪ್ಪ ಇದು ತಗೊಂಡ್ ಬಂದಿದ್ದು? അവൻ ആരൊക്കെ വന്നിരിക്കുന്നത്? ಯಾರು ಇವರು ನಡ್ಕೊಂಡ್ ಬಂದಿದ್ದು? ആരെ ഇവരൊക്കെ വിളിച്ചോണ്ട് വന്നേ? ರಕ್ಷಣೆ ಹೊಂದಿದ್ದವರು ಅನುದಿನ ದೇವರ ಆತ್ಮದ ಸಭೆ ಒಳಗೆ രക്ഷിക്കപ്പെട്ടവർ അനുദിനം ആലയത്തിലേക്ക് ചേർന്ന് വന്നുകൊണ്ടേയിരിക്കും. ಆ ಅಭಿಷೇಕ ಆಕಾಶದಲ್ಲಿಲ್ಲ, ആ അഭിഷേകം ആകാശത്തിലില്ല, ಅಂತರಂಗದಲ್ಲಿಲ್ಲ, അവൻ അതിന്റെ അന്തർഭാഗങ്ങളില്ല, ನಿಮ್ಮ ಒಳಗಿದ್ದ. നിങ്ങളുടെ അകത്തുണ്ട്. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಆದಿಕಾಂಡ 1ನೇ ಅಧ್ಯಾಯ അവൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1ನೇ ವಚನ ಹೇಳುತ್ತದೆ, 1-ാമത്തെ വാക്യം പറയുന്നു, ದೇವರು ಆಕಾಶವನ್ನ ಭೂಮಿಯನ್ನು ಉಂಟು ಮಾಡಿದರು. അവൻ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. രണ്ടാമത്തെ വചನ ಹೀಗೆ ಹೇಳುತ್ತದೆ, ആദ്യത്തെ ആകാശം ഭൂമി സൃഷ്ടിച്ചു. 2-ാം വചനം ഇങ്ങനെ പറയുന്നു, ಭೂಮಿಯು ಕ್ರಮವಿಲ್ಲದೆಯೂ ಬೆರಿದಾಗಿಯೂ ಕತ್ತಲೆಯಾಗಿತ್ತು. അവൻ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, അതിന്റെ മേൽ അവൻ ഇരുട്ട് മൂടിയിരുന്നു. ಆಗ ದೇವರ ಆತ್ಮನು ಜಲಸಮುದ್ರ ಮೇಲೆ ಚಲಿಸುತ್ತಿದ್ದ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ജലത്തിന്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ಯಾರು ಚಲಿಸುತ್ತಿದ್ದು? ആരാണ് ചലിച്ചുകൊണ്ടിരുന്നത്? ದೇವರ ಆತ್ಮ ಚಲಿಸುತ್ತಿದ್ದ. ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. ಭೂಮಿ ಕ್ರಮವಿಲ್ಲದೆ ಇದ್ದು, അവൻ ഭൂമി ക്രമമില്ലാതിരുന്നു, ಶೂನ್ಯವಾಗಿತ್ತು, ശൂന്യമായിരുന്നു, ಕತ್ತಲೆಯಾಗಿತ್ತು. അവൻ ഇരുട്ടുകൾ നിറയപ്പെട്ടിരുന്നു. ಈಗ ದೇವರ ಆತ್ಮನ ಅಲ್ಲಿ ಚಲಿಸುತ್ತಿತ್ತು. ഇപ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ಎಷ್ಟು ದಿನ ಗೊತ್ತಿಲ್ಲ, അവൻ എത്ര ദിവസമാണ് ಆದ್ರೆ ದೇವರ ಆತ್ಮ ಚಲಿಸುತ್ತಿದ್ದ. എന്നാൽ ഒരു കാര്യം പറയാൻ, ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നുണ്ടായിരുന്നു. ದೇವರ ಆತ್ಮ ಎಲ್ಲಿದ್ದಾನೆ ಅಲ್ಲಿ ಬಿಡುಗಡೆ ಉಂಟು. ദൈവത്തിന്റെ ആത്മാവ് എവിടുണ്ടോ അവിടെ വിടുതലുണ്ട്. ದೇವರ ಆತ್ಮ ನಿಮ್ಮಲ್ಲಿದ್ದಾನೆ. അവൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നിലുണ്ട്. ನಿನ್ನ ಮನೆ ಶೂನ್ಯವಾಗಿದೆಯಾ? അവൻ നിന്റെ ഭവനം ശൂന്യമായിട്ടുണ്ടോ? ನಿಮ್ಮ ಪಾಕೆಟ್ ಶೂನ್ಯವಾಗಿದೆಯಾ? നിന്റെ പോക്കറ്റ് ശൂന്യമാണോ? ಆದ್ರೆ ನಿನ್ನ ಮನಸ್ಸು നിന്റെ ಶೂನ್ಯವಾಗಿದೆಯಾ? മനസ്സ് ശൂന്യമാണോ? Praise the Lord. ഹല്ലേലൂയ. ದೇವರ ಆತ್ಮನ ಚಲಿಸಬೇಕು. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കണം. ನಿನ್ನ ಮನೆ ಕ್ರಮವಿಲ್ಲದೆ ಇದೆಯಾ? നിന്റെ ഭവനം ഇല്ലാതെയാണോ? ಮಗನ ಒಂದು ದಾರಿ, ಗಂಡ ಒಂದು ದಾರಿ, ಹೆಂಡತಿ ಒಂದು ದಾರಿಯಾ? നിന്റെ ഭാര്യ, നിന്റെ മകൻ, നിന്റെ ഭർത്താവ് എല്ലാം ഓരോ വഴിയായിട്ടാണോ? ಕ್ರಮವಿಲ್ಲದೆ ಇದೆಯಾ? ക്രമമില്ലാതിരിക്കുകയാണോ? ದೇವರ ಆತ್ಮ
ಆತ್ಮನ ಚಲಿಸುವುದಕ್ಕೆ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കണം. ನಿಮ್ಮ ಮನದಲ್ಲಿ ಕತ್ತಲೆ ಇದೆಯಾ? അവൻ നിന്റെ വിഷയത്തിൽ അവൻ ഇരുട്ടും നിറഞ്ഞിരിക്കുകയാണോ? ವಾಕ್ಯದ ಬೆಳಕೆ ಇಲ್ಲ, അവൻ വചനത്തിന്റെ പ്രകാശം ഇല്ലാതിരിക്കുകയാണോ? ದೇವರ ಆತ್ಮನ ಚಲಿಸುವುದಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಡು. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്ക്. ನಿಮ್ಮ ಊರಲ್ಲಿ, അവൻ നമ്മുടെ നാട്ടിൽ, ನಿಮ್ಮ ಊರಲ್ಲಿ, നിങ്ങളുടെ നാട്ടിൽ, ನಿಮ್ಮ ಸುತ್ತಮುತ್ತಲು നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ಈ ಮೂರು ಕಾರ್ಯ ನೋಡಿದ್ರೆ ഈ മൂന്ന് വിഷയങ്ങൾ നിങ്ങൾ നോക്കിയാൽ ಕ್ರಮವಿಲ್ಲದೆ, അവൻ ക്രമമില്ലാത്തത്, ശൂന്യമായത്, ಕತ್ತಲೆ ಇದ್ರೆ അവൻ ഇരുണ്ടത്, ಅಲ್ಲಿ ನಿನ್ನ ಒಳಗಿರುವ ಅಭಿಷೇಕವನ್ನು ರಿಲೀಸ್ ಮಾಡು. അവൻ അങ്ങനെയുള്ള മേഖലകളിൽ നിന്റെ അകത്തുള്ള അഭിഷേകത്തെ നീ റിലീസ് ചെയ്യണം. ഹല്ലേലൂയ. ತುಂಬಾ ಜನ ಏನ್ ಮಾಡ್ತಾರೆ? അവൻ അനേകർ എന്താ ചെയ്യുക? ഞങ്ങൾക്കാக പ്രാർത്ഥിക്കണം, അവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കാக പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. ഇതിന് ഭിക്ഷ ನನಗಾಗಿ അവൻ ಮಾಡುವ ഇങ്ങനെ പോയി ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭിക്ഷ എടുക്കരുത്. കാത്തലിക്കല്ലേ, കത്തോലിക്കൽ മറിയാളെ ഞങ്ങൾക്കാக പ്രാർത്ഥിക്കണം, അവൻ മറിയ ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അന്ത്യോനാലെ ഞങ്ങൾക്കാக പ്രാർത്ഥിക്കണം, മറ്റുള്ളവരോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആದ್ರೆ ബന്ധുക്കോസില് അവൻ ബന്ധക്കോസില് ഞങ്ങൾക്കാக പ്രാർത്ഥിക്കണം, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. സിസ്റ്റർ ഞങ്ങൾക്കാக പ്രാർത്ഥിക്കണം, സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അങ്കിൾ ഞങ്ങൾക്കാக പ്രാർത്ഥിക്കണം, അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങൾ പഞ്ചമിനും വളർത്തുകയാണ്. അവൻ നിങ്ങൾ ഇങ്ങനെ അപേക്ഷിക്കാൻ പോയി എല്ലാം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി അതായിരിക്കുന്നത്. നിങ്ങൾക്കാக ആരും പ്രാർത്ഥിക്കാൻ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ പ്രാർത്ഥനയെല്ലാം കേട്ടു, നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വാസം ಬೇಕು. അവൻ നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടുന്നത് വിശ്വാസമാണ്. ഹല്ലേലൂയ. ನಿನ್ನ ಬಾಯಲ್ಲಿ ಹೊರಡುವ ಮುಂಚೆ ನಿನ್ನ ಅಗತ್ಯಗಳು ಏನು ಅಂತ ತಿಳಿದಿದ್ದಾರೆ. നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ അപേക്ഷകൾ അതിന് മുന്നമേ അതെന്താണെന്ന് അറിഞ്ഞവനാണ് നമ്മുടെ ദൈവം. ನಿನಗೆ ದೇವರ ಅಧಿಕಾರ ಕೊಟ್ಟಿದ್ದಾರೆ, ആ അധികാരം ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുകയാണ്. ಮಕ್ಕಳಾದ ಮೇಲೆ ನೀನು ಬಾಧ್ಯನೂ ಆಗಿದ್ದೀ. അവൻ നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಅದಕ್ಕೆ ಪರಿಶುದ್ಧಾತ್ಮ ಅಭಿಷೇಕ ನಿಮ್ಮ ಮೇಲೆ ಐತೆ. അവൻ എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಹೇಳುತ್ತದೆ, ನಿಮಗಾಗಿ ಎಲ್ಲವನ್ನು ದೇವರು ದಯಪಾಲಿಸಿದ್ದಾನೆ. അവൻ ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി അവരെല്ലാം ചെയ്തു തരുന്നവനാണ്, തന്നിരിക്കുന്നു. ತಂದಿರಿക്കുന്നു, അവൻ തന്നിരിക്കുന്നു. ಸ್ವಂತ ಮಗನನ್ನೇ ಕೊಟ್ಟ ಮೇಲೆ ಸಮಸ್ತವು ನಮಗೆ ದಯಪಾಲಿಸಿ ಇರುವನೇ. അവൻ സ്വന്തം കുമാരനെ തന്നെ തന്നവൻ ബാക്കിയെ നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ನಿಮಗೆ ಅಧಿಕಾರ ಕೊಟ್ಟಿದ್ದಾನೆ, നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ಅಭಿಷೇಕ ಕೊಟ್ಟಿದ್ದಾನೆ, അഭിഷേകം തന്നിരിക്കുന്നു, ಸ್ವಂತ ಮಗನನ್ನೇ സ്വന്തം ಕೊಟ್ಟಿದ್ದಾನೆ, കുമാരനെ തന്നിരിക്കുന്നു, ಎಲ್ಲವೂ ನಮಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. എല്ലാത്തെയും നമുക്ക് തന്നിരിക്കുകയാണ്. ಇನ್ನು ಯಾವುದು ಬಾಕಿ ಇಟ್ಟಿಲ್ಲ. ഇനി ഒന്നും അവൻ ബാക്കി വെച്ചിട്ടില്ല. ಪರಲೋಕ ಕಂಪ್ಲೀಟ್ ಖಾಲಿಯಾಗಿ ನಿನ್ನ ಮೇಲೆ ಕೊಟ್ಟಿದ್ದಾರೆ. അവൻ സ്വർലോകത്തെ അവൻ കാലിയാകുന്ന രീതിയിൽ അവൻ നമുക്ക് വേണ്ടി എല്ലാത്തെയും തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ಅಬ್ರಹಾಂ ಉಳ್ಳದೆಲ್ಲ ಆಶೀರ್ವಾದಗಳು, 48 ಆಶೀರ್ವಾದಗಳು ನಿಮ್ಮ ತಲೆ ಮೇಲೆ ಐತೆ. അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന 48 അനുഗ്രഹങ്ങൾ നിന്റെ തലമേൽ അവൻ തന്നിരിക്കുകയാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ನಮಗೆಲ್ಲ ಕೊಟ್ಟಿದ್ದಾನೆ. അവൻ നമുക്കെല്ലാத்தைയും അവൻ തന്നിരിക്കുകയാണ്. ಈಗ ನೀತಿವಂತನು ನಂಬಿಕೆಯಿಂದ ಬದುಕಬೇಕು. അവനിപ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം. ಈಗ ನಾವೆಲ್ಲರೂ ನಂಬಿಕೆಯಿಂದ ಬದುಕಬೇಕು. അവൻ നമ്മളൊക്കെ ഇനി അവൻ വിശ്വാസത്താൽ ജീവിക്കണം. ನಂಬಿಕೆ ಅಂದ್ರೆ ಏನು? അവൻ വിശ്വാസം എന്ന് പറഞ്ഞ എന്താണ്? ಕೊಡುತ್ತಾರೆ ಅಲ್ಲ, അവൻ തരുമെന്നല്ല, ಕೊಟ್ಟಿದ್ದಾರೆ, തന്നു എന്നാണ്. ಹಲ್ಲೆಲೂಯ. ಹಳೆ ಒಡಂಬಡಿಕೆ ವಿಶ್ವಾಸಿಗಳು, അവൻ പഴയ നിയമ വിശ്വാസികൾ ಆತನು ಬರ್ತಾರೆ ಕಾಯ್ತಿದ್ರು, അവൻ വരുമെന്ന് കാത്തിരിക്കുകയാണ്. ಬಿಡುಗಡೆ ಮಾಡ್ತಾರೆ ಕಾಯ್ತಿದ್ರು. നമ്മളെ വിടുവിക്കുമെന്ന് അവർ കാത്തിരിക്കുന്നവരായിരുന്നു. ಹೊಸ ಒಡಂಬಡಿಕೆ ವಿಶ್ವಾಸಿಗಳು, പുതിയ നിയമ വിശ്വാസികൾ ಕುಮಾರನು ಬಿಡುಗಡೆ ಕೊಟ್ಟರೆ ನಿಜವಾದ ಬಿಡುಗಡೆಯಲ್ಲಿ ಇದ್ದಾರೆ. അവൻ പുത്രൻ വിടുതൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവൻ സത്യമായ വിടുതലാണെന്ന് അറിഞ്ഞിരിക്കുന്നവരാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಇನ್ನು ನಮಗಾಗಿ ದೇವರು ಏನ್ ಮಾಡಂಗಿಲ್ಲ. അവൻ ഇനി ദൈവം നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ಆತನು ಶಿಲುಬೆಯಲ್ಲಿ ಕೊನೆಯದಾಗಿ ಹೇಳಿದ್ರು, ಇಟ್ ಇಸ್ ಫಿನಿಶ್ಡ್, ತೀರಿತು. അവൻ സ്തോത്രം, അവൻ ക്രൂശിൽ അവൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാം നിവർത്തിയായി, എല്ലാം നിവർത്തിയായി, ನಮಗಾಗಿ ಎಲ್ಲ ಮಾಡಿ ಮುಗಿಸಿದ್ದಾರೆ. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തീർത്തു. ಇನ್ನು ಯಾವುದು ಮಾಡಬೇಕಾದ ಅವಶ್ಯಕತೆ ഇനി ಇಲ್ಲ. ഒന്നും അവൻ ചെയ്യേണ്ടതായിട്ടില്ല. ಮಾಡಬೇಕಾಗಿರೋದು ನೀವು. അവൻ ചെയ്യേണ്ടതായിട്ടുള്ളത് ഞാനും നിങ്ങളുമാണ്. ನಿನ್ನಲ್ಲಿ ನನ್ನಲ್ಲಿ ಅಭಿಷೇಕವನ್ನು ಕೊಂಡು, അവൻ നിങ്ങളിൽ നിന്ന് എന്നിൽ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ನಮ್ಮ ಸುತ್ತಲಿರುವ ಕತ್ತಲೆಯನ್ನು ತೊಲಗಿಸಬೇಕು. നമ്മുടെ ചുറ്റുമുള്ള ഇരുട്ടിനെ നമ്മൾ നിർവീര്യമാക്കണം. ಕ್ರಮವಿಲ್ಲದನ್ನ ಕ್ರಮಪಡಿಸಬೇಕು. അവൻ ശരിയാക്കേണ്ടതിനെ അതിനെ ക്രമപ്പെടുത്തണം. ಖಾಲಿಯಾಗಿರುವುದು ತುಂಬಿಸುವುದು. അവൻ സ്തോത്രം കാലിയായതിനെ എംപ്റ്റിയായതിനെ നിറയ്ക്കണം. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ದೇವರು
ತನ್ನ ಮಕ್ಕಳಾಗುವ ಅಧಿಕಾರವನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ. ദൈവം തന്റെ മക്കളാകുവാനുള്ള അധികാരം നൽകിയിരിക്കുകയാണ്. ನಾವೆಲ್ಲರೂ ಆತನ ಮಕ್ಕಳಾಗಿದ್ದೇವೆ. നമ്മളെല്ലാവരും അവന്റെ മക്കളാണ്. ಗಲಾತ್ಯರು 4:7 ಹೇಳುತ್ತದೆ, അവൻ ഗലാത്യർ 4:7 പറയുന്നു, ಮಗನಾದ ಮೇಲೆ ಎಲ್ಲಾ ಆಶೀರ್ವಾದಕ್ಕೂ ಬಾಧ್ಯರು ಆಗಿದ್ದೀರಿ. അവൻ പുത്രനാണെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും അവകാശികളാണ്. ಇನ್ನು ನೀವು ಬೇಡುವವರಲ್ಲ, ഇനി നിങ്ങൾ അപേക്ഷിക്കുന്നവരായിട്ടല്ല, ನೀವು ಆಳುವವರಾಗಿದ್ದೀರಿ. നിങ്ങൾ അവൻ വാഴുന്നവരായിരിക്കും. ಆಮೆನ್. ആമേൻ. ನೀವು ಆಳುವವರ ಬೇಡುವವರ? നിങ്ങൾ വാഴുന്നവരാണോ അപേക്ഷിക്കുന്നവരാണോ? ಆಳಲ್ಲ, ಆಳುವರು. അവൻ വാഴുന്നവർ. ಆಳ್ವಿಕೆ ಅದೇ. വാഴുന്നവരാണോ യാചിക്കുന്നവരാണോ? ಹಲ್ಲೆಲೂಯಾ. ನಾವು ಬೇಡುವವರಲ್ಲ, അവൻ നമ്മൾ യാചിക്കുന്നവരല്ല. ದಾಸರು ಬೇಡಿಕೊಳ್ತಾರೆ. അവൻ ദാസന്മാർ യാചിക്കുന്നവരാണ്. ಮಗನು ಬೇಡುವುದಿಲ್ಲ, മകൻ ഒരിക്കലും യാചിക്കേണ്ടതില്ല. ಅದನ್ನು ಸ್ವಾಧೀನ ಮಾಡಿಕೊಳ್ಳುವ. അവൻ അവകാശമാക്കുന്നവനാണ്. ಯೇಸು ಹೇಳಿದ್ರು, യേശു പറഞ്ഞു, ಮಾರ್ಕನ ಬರೆದ ಸುವಾರ್ತೆ 11ನೇ ಅಧ್ಯಾಯ 22ನೇ ವಚನದಲ್ಲಿ, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു, have faith in God. അവൻ ನಮ್ಮ ಕರ್ತನಲ್ಲಿ ಒಂದು ನಂಬಿಕೆಯ ಮೂಲಕ, ನಂಬಿಕೆಯಾಗಿದ್ದು അവൻ നമ്മുടെ കർത്താവിന്റെ മേലുള്ള വിശ്വാസത്താൽ ಯಾವನಾಗಿലും ಯಾರಾಗಿലും അവൻ ആരെങ്കിലും ಈ ಮಲೆಯ ಈ ಬೆಟ್ಟವನ್ನು ನೋಡಿ, ഈ മലയോട് ಈ ಬೆಟ್ಟ ഈ മലയോട് ಆ ಬೆಟ್ಟ ಅಲ್ಲ, ആ മലയല്ല ಈ ಬೆಟ್ಟ, ഈ മലയോട്. ಏ ಬೆಟ್ಟ ಅದು? ഏത് മലയാണ്? ಇಲ್ಲಿ ಕೂತುಕೊಂಡು ഇവിടെ ഇരുന്നുകൊണ്ട് ನಿನ್ನ ತಲೆಯಲ್ಲಿ ಯೋಚನೆ ಮಾಡ್ತಿರೋ ಆ ಬೆಟ್ಟವನ್ನು, അവൻ നിന്റെ തലയിൽ നീ തല പുകയ്ക്കുന്ന ആ മലയോട്, ನಿನ್ನ ಕಾಯಿಲೆಯನ್ನು, അവൻ നിന്റെ രോഗത്തോട്, ನಿನ್ನ ಸಾಲವನ್ನು, നിന്റെ കടത്തോട്, ನಿನ್ನ ಚಿಂತೆಯನ್ನು, നിന്റെ നിരാശയോട്, ಆ ಬೆಟ್ಟದಾಗಿರುವ ആ മല പോലുള്ള ആ വിഷയത്തോട്, ಈ ಬೆಟ್ಟವನ್ನು, ഈ മലയോട് ಕಿತ್ತುಕೊಂಡು ಹೋಗಿ ಸಮುದ್ರದಲ್ಲಿ ಬೀಳು ಎಂದು ആ സമുദ്രത്തിൽ പോയി വീഴാൻ പറഞ്ഞാൽ, ಪ್ರಾರ್ಥಿಕನಲ್ಲ, അവൻ പ്രാർത്ഥിക്കാനല്ല, ಬೀಳಂದು ಬರೆಯನು, അവൻ വീഴാൻ പറയണം. ಆ ಬೆಟ್ಟ ಸಮುದ್ರದಲ್ಲಿ ಬೀಳಬೇಕು ಅಂತ ಹೇಳ್ಬೇಕು. അത് സമുദ്രത്തിൽ പോയി വീഴട്ടെ എന്ന് അവൻ പറയണം. ಯಾಕೆ ಸಮುದ್ರದಲ್ಲಿ? അവൻ എന്തിനാണ് സമുദ്രത്തിൽ വീഴാൻ പറയുന്നത്? ಸಮುದ್ರದ ಆಳ ಇನ್ನು ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ. അവൻ എന്തുകൊണ്ടെന്നാൽ സമുദ്രത്തിന്റെ ആഴം എത്രയാണെന്ന് ഇതുവരെയും ആർക്കും അറിയത്തില്ല. ಇವತ್ತು ಕಾಣುವ ನಿನ್ನ ಕಾಯಿಲೆಯನ್ನು നീ ಎಂದಿಗೂ ಕಾಣುವುದಿಲ್ಲ. എന്ന് പറഞ്ഞാൽ ഇന്ന് നീ കാണുന്ന രോഗം ഇനി ഒരിക്കലും കാണാതെ വണ്ണം, ಇವತ್ತು ಇರುವ ದರಿದ್ರವನ್ನು ಎಂದಿಗೂ ಕಾಣುವುದಿಲ್ಲ. ഇന്ന് കാണുന്നതിന്റെ പഞ്ഞം ഒരിക്കലും കാണാതെ വണ്ണം, ಇವತ್ತು ಇರುವ ನಿನ್ನ ಸಮಸ್ಯೆ ಎಂದಿಗೂ ಕಾಣಬಾರ್ದು. ഇന്ന് നീ കാണുന്ന പ്രശ്നം ഒരിക്കലും കാണാതെ വണ്ണം, ಅದನ್ನು ಸಮುದ್ರದಲ್ಲಿ ಬಿಡು ಎಂದು അതിനെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ട് കളയാനാണ് ನೀನ್ ಹೇಳಬೇಕು. അവൻ. നീ പറയണം, ನೀ ಹೇಳಬೇಕು. അത് നീ തന്നെ പറയണം. ದೈವವೇ ചെയ്യുവല്ല, ദൈവമേ ചെയ്യണമേ എന്നല്ല, ದೈವ ಶಿಲ್ವ ಮೇಲೆಲ್ಲ ചെയ്താൽ അവൻ കർത്താവ് ക്രൂശിൽ സകലവും ചെയ്തു കഴിഞ്ഞു. ನೀ ಮಾಡಬೇಕು. ഇനി നീ ചെയ്യണം. ನಿನಗೆ ಅಧಿಕಾರ ಇದೆ, അവൻ നിനക്ക് അധികാരമുണ്ട്, ನಿನಗೆ ಅಭಿಷೇಕ ಇದೆ. നിനക്ക് അഭിഷേകമുണ്ട്. ಆದ ಕಾರಣ ಬಿಡುವಂತೆ അതുകൊണ്ട് നീ വീഴൂ എന്ന് പറയുമ്പോൾ ನನ್ನ ಮನಸ್ಸಲ್ಲಿ ಸಂಶಯ ಪಡದೆ, അവൻ ഹൃദയത്തിൽ നീ അവിശ്വസിക്കരുത്. ನಾನು ಹೇಳಿದಂತೆ ಆಗ್ತದೆ ಎಂಬುದಾಗಿ ನಂಬಿದರೆ, അവൻ ഞാൻ പറയുന്ന പോലെ സംഭവിക്കും എന്ന് വിശ്വസിച്ചാൽ ಅವನು ಹೇಳಿದಂತೆ ಆಗುವುದು. അവൻ പറയുന്നത് പോലെ സംഭവിക്കും. ಅವನು ಹೇಳಿದಂತೆ ಆಗುವುದು. അവൻ പറയുന്നത് പോലെ തന്നെ സംഭവിക്കും. ಇವತ್ತು ನಾವೇನ್ ಹೇಳ್ತೇವೆ? അവൻ ഇന്ന് നമ്മൾ എന്ത് പറയുന്നുവോ ಎಲ್ಲ പോയി, അവൻ എല്ലാം പോയി. ಅಯ್ಯೋ ഇങ്ങനെ ഇത് ബരി നെഗറ്റീവ് മാതാಡ್ತಾರೆ. അവൻ വേറെ നെഗറ്റീവ് മാത്രമേ നമ്മളൊക്കെ പറയാറുള്ളൂ. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അവൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അത് ഇങ്ങനെ ഇത് ഇതേ അവൻ അതിങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയുള്ളൂ നമ്മള്. വാക്യം എന്നെ പറഞ്ഞു, അവൻ വചനം എന്താണ് പറയുന്നത് അത് പറയണോ നീ? അത് പറയുന്നില്ല. യേശുവിൻ നാമದಲ್ಲಿ യേശുവിൻ നാമത്തിൽ ನಿಮಗೆ ದೇವರ ಅಧಿಕಾರ ಕೊಟ್ಟಿದ್ದ. അവൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്. ವೇದದಲ್ಲಿ ನಿಮಗೆ ದೇವರು ಕೊಟ್ಟಂತ ಅಧಿಕಾರ, അവൻ ദൈവം തന്നിരിക്കുന്ന അധികാരം ಅದು ನೀನು ಉಪಯೋಗಿಸ್ಕೋಬೇಕು. അത് നീ ഉപയോഗിക്കണം. ദൈവമേ ഇറങ്ങി വാ പറയുന്നത്. അവൻ ദൈവമേ ഇറങ്ങി വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ദൈവം ഇറങ്ങി ഉള്ള വന്നിട്ട്, അവൻ ദൈവം ഇറങ്ങി നമ്മുടെ അകത്ത് വന്നിട്ടുണ്ട്. ഇനി ജീവിക്കുന്നത് നാനല്ല, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു നന്നിൽ ജീവിക്കുന്നുണ്ട്. അവൻ ക്രിസ്തുവാണ് ഇനി ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിലുണ്ട്.
അകത്തുണ്ട് ഇപ്പൊ. അവൻ ക്രിസ്തു നമ്മുടെ അകത്തുണ്ട് ഇപ്പോ. നീ മരിച്ചു പോയി, നീ മരിച്ചുപോയി, നീ സത്ത് പോയി. ജ്ഞാനസ്ഥാനം എടുക്കുമ്പോൾ നമ്മൾ സ്നാനപ്പെടുമ്പോൾ നീ മരിച്ചു പോയി. നീ എന്ന ആള് മരിച്ചു. ഇത് നീനല്ല, ഇത് നീ അല്ല. ക്രിസ്തു നിന്നിൽ ജീവിക്കണം. ಕ್ರಿಸ್ತು ನಮ್ಮಲ್ಲಿ ಜೀವಿക്കണം. ಏನು ಬಾಯಿ ತೆಗೆದು ಹೇಳ್ರಿ, ಆಮೇಲೆ ಬಾಬಾ ತೊಳೆದು പറഞ്ഞേ, ಏನು ನಾನು ಜೀವಿಸುವುದಿಲ್ಲ, ಇനി ಜೀವಿക്കുന്നത് ഞാനല്ല, ಕ್ರಿಸ್ತು ನನ್ನಲ್ಲಿ ಜೀವಿക്കുന്നു. ಕ್ರಿಸ್ತು എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ನಾನು ಕ್ರಿಸ್ತು ಒಂದಾಗಿದ್ದೇನೆ. അവൻ ഞാനും ക്രിസ്തു ഒന്നാണ്. ಗಂಡ ಹೆಂಡತಿ, അവൻ ഭാര്യ ഭർത്താവ് ಒಂದೇ ಶರೀರ, ഒരു ശരീരം. ಗಂಡ ಸತ್ತರೆ അവൻ ഭർത്താവ് മരിച്ചാൽ ಹೆಂಡತಿ ವಿಧವೆ, അവൻ ഭാര്യ വിധവയാണ്. ಆದ್ರೆ ನೀನು ನಾನು, എന്നാൽ നീ ഞാനും ಕ್ರಿಸ್ತನೊಂದಿಗೆ ಒಂದಾಗಿದ್ದೆ. അവൻ ക്രിസ്തുവിനോട് കൂടെ ഒന്നാണ്. മരിച്ചാലും ജീവന ഇരുന്നാലും, അവൻ മരിച്ചാലും അവൻ സ്തോത്രം ജീവനോട് ഇരുന്നാലും ക്രിസ്തുവೊಂದಿಗೆ ഇದ್ದೇನೆ. അവൻ ക്രിസ്തുവിനോട് കൂടെയാണ്. ഞങ്ങളെ ಯಾರೂ സെപ്പറേറ്റ് ആക്കുന്നത് പാടില്ല. അവൻ നമ്മളെ പിരിക്കാൻ ഒന്നിനും സാധ്യമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಅದಕ್ಕೆ ನಾನು ಕ್ರಿಸ್ತು ಒಂದಾಗಿದ್ದೇನೆ, അവൻ ಒಂದಾಗಿದ್ದೇನೆ. അതുകൊണ്ട് ഞാനും ക്രിസ്തു ഒന്നാണ്. ನೀನು ಕ್ರಿಸ್ತನ ಒಂದಾಗಿದ್ದೀರ ಜನ ಅಂತೀರಿ. നിങ്ങളും ക്രിസ്തു ഒന്നാണ് എത്ര പേര് പറയും? ഹല്ലേലൂയ. ആമേൻ. ഒരു വാക്യം പറയാം, ഒരേ ഒരു വാക്യം കൂടെ പറയാം. 1 യോഹന്നാൻ 4:17 വചന. 1 യോഹന്നാൻ 4:15 വാക്യം. 17 17 വാക്യം. 1 യോഹന്നാൻ 4:17. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. ആತന് എന്തവനാക്കിದ್ದಾനോ, അവൻ എങ്ങനെയാണോ അവനവേ ഈ ഉലകത്തില് ഞാൻ ജീവിക്കുന്നേ. അവന് വേണ്ടി നമ്മൾ ಅದೇ ಈ ವಾಚನ ಆತನ ಎಂತವನಾಗಿದ್ದಾನೋ ಅಂತವನಾಗಿ ಭೂಲೋಕದಲ್ಲಿ ಇದ್ದೇನೆ. അവനെ പോലെ ആയിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. അവനെ പോലെ അവൻ ഇരിക്കുന്നത് പോലെ നമ്മളും ഈ ലോകത്തിലായിരിക്കുന്നു. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നത്? ನೀವು ಹೇಗಿದ್ದೀರಾ? നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? പറ. ഓ ബലഹീനം, ബലഹീനം. ഓ അത് ഞാൻ പാവപ്പെട്ടവൻ, പിച്ചക്കാരൻ. അതല്ല, അങ്ങനല്ല. അവൻ യവനമായി ഇരിക്കാനോ, അവൻ എങ്ങനെ അവനായിരിക്കുന്നു, അവൻ ഇരിക്കുന്നത് പോലെ നേനോ இந்த ഉലകത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മളുമായിരിക്കുന്നത്. ഇത് നീ ಮಾಡಿದ್ದಲ್ಲ, ഇത് നിങ്ങൾ ചെയ്തതല്ല, ക്രിസ്തു ನಿಮಗೆ ಮಾಡಿದ್ದು. ക്രിസ്തു നമ്മിൽ ചെയ്തതാണിത്. ನಿಮ್ಮ ಭಕ್ತಿ ಮಾಡಿದ್ದಲ್ಲ, നിന്റെ ഭക്തി നിന്നെ ഇങ്ങനെ ആക്കിയതല്ല, ನಿನ್ನ ಉಪವಾಸ ಮಾಡಿದ್ದಲ್ಲ, നിന്റെ ഉപവാസം നിന്നെ ഇങ്ങനെ ആക്കിയതല്ല, ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ದಲ್ಲ, നിന്റെ പ്രാർത്ഥന നിന്നെ ഇങ്ങനെ ആക്കിയതല്ല. ಕ್ರಿಸ್ತನು ಎಂಗವನಾಗಿದ್ದಾನೋ ಅಂತವನಾಗಿ ಈ ಭೂಲೋಕದಲ್ಲಿ ಇದ್ದಾರೆ. അവൻ ക്രിസ്തു എങ്ങനെയുള്ളവനാണോ അങ്ങനെയുള്ളവനായി അവൻ നിങ്ങളെ ആക്കിയതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಇದು ವಿಶ್ವಾಸಿಗಳು, ഇത് വിശ്വസിക്കണം, ഇത് ನಂಬಬೇಕು. ഇത് വിശ്വസിക്കണം. ನೀ ನಂಬಿದರೆ ದೇವರ ಮಹಿಮೆಯನ್ನು ಕಾಣ. നിങ്ങൾ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. ಕನ್ನಡಿ ಮುಂದೆ ನಿಂತ್ಕೋಬೇಕು, കണ്ണാടി മുമ്പിൽ നിൽക്കണം, ಕನ್ನಡಿಯಲ್ಲಿ ನೋಡಿ ಹೇಳ್ಬೇಕು, കണ്ണാടിയിൽ നോക്കി പറയണം. ಸೈತಾನಿಗಲ್ಲ, പിശാചോടല്ല, ದೇವರಿಗಲ್ಲ, ദൈവത്തോടല്ല, ನಿನ್ ಬುದ್ಧಿಗೆ ನೀನ್ ಹೇಳ್ಬೇಕು. നിന്റെ ബുദ്ധിയോട് നീ പറയണം. ಕ್ರಿಸ್ತನು ಎಂತವನಾಗಿದ್ದಾನೋ അവൻ ക്രിസ്തു എങ്ങനെയുള്ളവനാണോ ಅಂತವನಾಗಿ ನಾನು ಈ ಲೋಕ. അവനെ പോലെ ഞാനും ഈ ലോകത്തിലായിരിക്കുന്നു. ಆಮೆನ್. ആമേൻ. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಅರ್ಥ ಆಯ್ತಾ ಹೇಳುವಂತ? മനസ്സിലായി ഞാൻ പറയുന്നത്? ಕ್ರಿಸ್ತು ಅಂದ್ರೆ അവൻ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ಸತ್ತವರೊಳಗಿಂದ ಎಬ್ಬಿಸಲ್ಪಟ್ಟ, അവൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവൻ. ಯೇಸು ಅಂದ್ರೆ യേശു എന്ന് പറഞ്ഞാൽ ಮಾಂಸದಲ್ಲಿದ್ದಾಗ, അവൻ ശരീരത്തിൽ ജഡത്തിൽ വന്നവൻ. ಮಾಂಸದಲ್ಲಿ ಯೇಸು ದರಿದ್ರನಾಗಿದ್ದ. അവൻ ജഡത്തിൽ യേശു ദരിദ്രനായിരുന്നു. ಆತನು ಎಲ್ಲರ ವ್ಯಾಧಿಗಳನ್ನು ಹೊತ್ಕೊಂಡ. അവനെല്ലാ വ്യാധികളെയും വഹിച്ചു. ಆದ್ರೆ ಕ್ರಿಸ್ತುವಾಗಿ ಎದ್ದೇಳುವಾಗ അത് ക്രിസ്തുവായി എഴുന്നേറ്റപ്പോൾ ಏನು ವ್ಯಾಧಿ ಇಲ್ಲ, ഒരു വ്യാധിയുമില്ല. ದರಿದ್ರನಲ್ಲ, അവൻ ദരിദ്രനല്ല, ಇನ್ನು ಮರಣ ಅಲ್ಲ, ഇനി മരണമില്ല. ಅದನ್ನೆಲ್ಲವನ್ನು ಜಯಿಸಿ അവൻ എല്ലാത്തെയും ജയിച്ചിരിക്കുക. ಈಗ ಹೇಳಿದ್ರಿ, അവൻ ഇപ്പൊ പറ, ಕ್ರಿಸ್ತು ಎಂತವನಾಗಿದ್ದಾನೋ ക്രിസ്തു എങ്ങനെയുള്ളവനാണോ ಅಂತವನಾಗಿ ನಾನು ಈ അങ്ങനെയുള്ളവനായി ഞാൻ ഇനി ആയിരിക്കണം. ಇದು ನಾನು ಬೈಬಲ್ ಹೇಳುತ್ತದೆ, ഇത് ഞാൻ പറയുന്നതല്ല, ഇത് വചനം പറയുന്ന കാര്യമാണ്. ನಾನು ನಂಬುತ್ತೇನೆ, ഞാൻ വിശ്വസിക്കുന്നു, ನಾನು ಬದುಕ್ತಾ ಇದ್ದೇನೆ. അവൻ ഞാൻ ജീവിക്കുന്നു. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ಅರ್ಥ ಆಯ್ತಾ ಹೇಳುವಂತ? മനസ്സിലായി ഞാൻ പറയുന്നത്?
ನಿಮ್ಮಲ್ಲಿರುವ ಅಭಿಷೇಕವು നിങ്ങളിലുള്ള അഭിഷേകം ಸ್ವಲ್ಪ ಅಲ್ಲ, അല്പമല്ല. ಅದೇ ಕ್ರಿಸ್ತುವಿನ ಅಭಿಷೇಕ ನಿಮ್ಮೊಳಗೆ ಇದೆ. അതേ ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നു. ಅದನ್ನೇ ಪೌಲ್ ಹೇಳ್ತಾರೆ ಗಲಾತ್ಯರು 2:20 അതാണ് പൗലോസ് 2:20 ഗലാത്യർ 2:20 പറയുന്നത്. ಇನ್ನು ಜೀವಿಸುವುದು ನಾನಲ್ಲ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ಕ್ರಿಸ್ತು ನನ್ನಲ್ಲಿ ಜೀವಿಸುವವರಾಗಿದ್ದಾರೆ. ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ಆಮೆನ್. ആമേൻ. ಆ ಕ್ರಿಸ್ತುವನ್ನು ആ ക്രിസ്തുവിനെ ಎಬ್ಬಿಸಿದಂತ അവനെ എഴുന്നേൽപ്പിച്ച ಅದೇ ಆತ್ಮ ನಿಮ್ಮಲ್ಲಿದೆ. അതേ ആത്മാവ് നിങ്ങളിലുണ്ട്. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. പ്രൈസ് ദി ലോർഡ്. ಕ್ರಿಸ್ತನನ್ನು അവൻ ക്രിസ്തുവിനെ ಒಂದು ഒരു 2 2 3 ದಿನ മൂന്നാം ദിവസം ಎಬ್ಬಿಸಿದಂತ അവനെ എഴുന്നേൽപ്പിച്ച ಅದೇ ಆತ್ಮ ನಿಮ್ಮಲ್ಲಿ ವಾಸವಾಗಿದೆ. അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ನಿನ್ನ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ನಿನ್ನ ಹಾಳಾಗುವುದಿಲ್ಲ. അവൻ നിന്റെ വിശുദ്ധി എവിടെയും അവൻ ಅಲ್ಲಲ್ಲ, ನಿನ್ನ ಪರಿಸ್ಥಿತಿ നിന്റെ സാഹചര്യം എവിടെയും നശിക്കുന്നില്ല. ಅದರಲ್ಲಿ ನೀನು ಹಾಳಾಗುವುದಿಲ್ಲ. അവൻ അതിൽ നീ നിന്റെ സാഹചര്യം നിന്നെ നശിപ്പിക്കുന്നില്ല. ಆತನ ಎದ್ದು ಬಂದ ಹಾಗೆ ನೀನು ಎದ್ದು ಬರ್ತೀಯ. അവൻ യേശു എഴുന്നേറ്റ് വന്നതുപോലെ നീ എഴുന്നേറ്റ് വരും. ಆಮೆನ್. ആമേൻ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. പ്രൈസ് ദി ലോർഡ്. ನಾನು ಹುಣಸೂರಿಗೆ ಸೇವೆ ಬಂದಾಗ ഞാൻ ഉംസൂരിൽ ശുശ്രൂഷയ്ക്ക് വന്നപ്പോ ಫೈನಾನ್ಷಿಯಲಿ ಬಹಳ ಕಷ್ಟ. അവൻ സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടാണ്. ಒಂದು ಹೊತ್ತು ಊಟಕ್ಕೆ ಕಷ್ಟ. അവൻ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടാണ്. ₹3 ಒಂದು ದಿನಕ್ಕೆ ಸೈಕಲ್ಗೆ. അവൻ 3 രൂപ അവൻ സൈക്കിളിൽ ಆ ₹3 ಕಟ್ಟಕ್ಕೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ. ആ സൈക്കിളിന് അതിനുള്ള 3 രൂപ പോലും കെട്ടാനുള്ള അവസ്ഥ സാഹചര്യമില്ല. ಸರಿ 2-3 ದಿನ ಬಿಟ್ಟು ಚರ್ಚೆ ಕಾಣಿಕೆ ಬರ್ತದೆ ಕಟ್ಟುವ ಅಂತ ನೋಡಿದ್ರೆ അവൻ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ആരാധനയിലെ ആ സ്വോത്രകാഴ്ച വരുമ്പോഴത്തെ അതുകൊണ്ട് കെട്ടാമെന്ന് വിചാരിച്ചാൽ ಆವತ್ತು ₹7 ಕಾಣಿಕೆ ಬಂದಿರೋ. അവൻ അന്ന് ഒരു പക്ഷേ 2 രൂപ സ്വോത്രകാഴ്ച വരത്തുള്ളൂ. ದೇವರು ಹೇಳಿದ್ರು, ನೀ ಕಾಣಿಕೆ ನೋಡ್ಬೇಡ. ദൈവം പറഞ്ഞു, നീ ഈ സ്വോത്രകാഴ്ച നോക്കണ്ട. ಲೋಕದಲ್ಲಿರುವವರಿಗಿಂತ ನಿನ್ನಲ್ಲಿರುವ ಹೆಚ್ಚಿನವರಾಗಿದ್ದೇನೆ. അവൻ ലോകത്തിലുള്ളവരെക്കാൾ നിന്നിലുള്ളവർ എത്രയോ വലിയവരാണ്. അത് മാത്രം നോക്കിയാൽ മതി. ಅಂದಿನಿಂದ അന്ന് മുതൽ ಇವತ್ತುವರೆಗೂ ഇന്ന് വരെ ಆತನನ್ನು ನಂಬಿ ಬದುಕ್ತಾ ಇದ್ದಾರೆ. അവനെ വിശ്വസിച്ച് ജീവിക്കുകയാണ്. ಈಗಲೂ ഇന്നും ನಮ್ಮ ಆಡಿಟರ್ ಕೇಳ್ತಾರೆ, അവൻ എന്റെ ഓഡിറ്ററിനോട് പറയും, ಇನ್ಕಮ್ ಕಡಿಮೆ, അവൻ വരുമാനം കുറവാ, ಔಟ್ ಗೋಯಿಂಗ್ ಜಾಸ್ತಿ ಇದೆ, അവൻ എക്സ്പെൻസ് ഔട്ട് ഗോയിങ് കൂടുതലാണ്. ಇದು ಹೆಂಗನೆ? ഇത് എങ്ങനെയാ? ನಾನು ಹೇಳಿದೆ, ഞാൻ പറഞ്ഞു, ಯೇಸು ಕೈಲಿ 5 ರೊಟ್ಟಿ, അവൻ യേശുവിന്റെ കയ്യിൽ 5 അപ്പം 2 ಮೀನು ಕೊಡ್ತು. 2 മീനാണ് കൊടുത്തത്. ಇನ್ಕಮ್ ಕಮ್ಮಿ, അവൻ ഇൻകം കുറവാ, ಔಟ್ ಗೋಯಿಂಗ್ ಜಾಸ್ತಿ ಆಗಿ. ഔട്ട് ഗോയിങ് കൂടുതലാ. ಆಗ ಅವ್ರು ಆಡಿಟರ್ ಹೇಳಿದ್ರು, അവൻ ഓഡിറ്റർ പറയാ, ನಾ ಬಿಲೀವರ್, അവൻ ഞാൻ വിശ്വാസി, ನಾ ವಿಶ್ವಾಸಿಕೆ, ഇത് ഞാൻ വിശ്വസിക്കാം. ಗವರ್ಮೆಂಟ್ ಹೆಂಗನೆ ಹೇಳಿದ, ഇത് ഗവൺമെന്റിന്റെ പക്ഷേ എങ്ങനെ എഴുതുന്നത്? ಹೆಂಗನೋ ಹೇಳುದು. അവൻ ഞാൻ പറഞ്ഞു, നീ എങ്ങനെയാലും എഴുത്. Hallelujah. ഹല്ലേലൂയ. Every month അവൻ എല്ലാ മാസവും 13 ಲಕ್ಷ ರೂಪಾಯಿ ಸಪೋರ್ಟ್ ಮಾಡ್ತಿದ್ದಾರೆ. അവൻ 13 ലക്ഷം രൂപ സപ്പോർട്ട് ചെയ്യുകയാണ്. പിന്നെ സാപ്പാട് ഇതെല്ലാം ചെയ്യുന്നത് ഇന്നും ജാസ്തിയായി. സ്തോത്രം. ആഹാരം മറ്റു കാര്യങ്ങളെല്ലാം ഇനി അതെല്ലാം അത് കൂടുതൽ വരിക. ഒരു 20 വണ്ടിയുണ്ട്, ബൈക്ക് പിന്നെ കാറല്ല, ഒരു 6 കാർ. അവൻ 20 വാഹനങ്ങളുണ്ട്, 6 കാറ്, ബൈക്ക് എല്ലാം കൂടെ ചേർന്ന് 20-ഓളം വാഹനങ്ങളുണ്ട്. എല്ലാം പെട്രോൾ, പെട്രോളും ഡീസലും വേണം. ನಮ್ಮ ಚರ್ಚ್ ಇನ್ಕಮ್ അവൻ ഞങ്ങളുടെ സഭയുടെ വരുമാനം ಕಮ್ಮಿ, അവൻ കുറവാ. ಅದು ಇದೆಲ್ಲ ಹೇಗಾಗ್ತದೆ? പക്ഷെ ഇതെല്ലാം എങ്ങനെയാ നടക്കുന്നത്? ಇಲ್ಲದೆ ಇರುವುದನ್ನು ಇರುವಾಗೆ ಕರೆಯುವ ದೇವರಾಗಿ, അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നതാണ് ദൈവം. ಅರ್ಥ ಆಯ್ತಾ ಹೇಳುವಂತದ್ದು? മനസ്സിലായ ഞാൻ പറഞ്ഞത്? ನೋಡಿ ನಡೆಯಬಾರದು, അവൻ കണ്ടല്ല ജീവിക്കേണ്ടത്, ನಂಬಿಕೆ നമ്മൾ വിശ്വാസത്തോടെ ജീവിക്കും. ಈ ನಂಬಿಕೆಯನ್ನು അവൻ ഈ വിശ്വാസത്തെ ಆರಂಭಿಸುವವನಾತನೇ, അവൻ വിശ്വാസത്തിൽ അവൻ വിശ്വാസത്തിന്റെ നമ്മൾ വിശ്വാസങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അവൻ അതിനെ അവസാനിപ്പിക്കാനും മതിയായി. സഹായകനാಗಿದ್ದ അവൻ നമുക്ക് സഹായകനായി നമ്മുടെ കൂടെ ഉണ്ടാവും. ആ പരിശുദ്ധാത്മ ದೇವರು, ആ പരിശുദ്ധാത്മ ദൈവം നിനಗೂ സഹായ ಮಾಡಕ್ಕೆ അവൻ നിങ്ങളെയും സഹായിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ನಮ್ಮ ಬಲಹೀನತೆಯಲ್ಲಿ നമ്മുടെ ബലഹീനതയിൽ ಸ್ವಲ್ಪ ಬಲವನ್ನು ಕೊಡ್ತಾನೆ. അവൻ വേണ്ടത്ര ഫുൾ ആ ബലത്തെ നൽകി തരുവാനിടയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ಅರ್ಥ ಆಯ್ತಾ? ആമേൻ. മനസ്സിലായോ? ಆಮೆನ್. ഹല്ലേലൂയ. ಈ ಪರಿಶುದ್ಧಾತ್ಮನು, ഈ പരിശുദ്ധാത്മാവ് ಯಾರೋ ಒಬ್ಬರಿಗೆ ಸ್ಪೆಷಲ್ ಆಗಿ ಕೊಡುವುದಿಲ್ಲ. അവൻ ആർക്കോ ഒരാൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നവനല്ല, ನಮ್ಮೆಲ್ಲರಿಗೂ ಪರವನ್ನು നമുക്ക് എല്ലാവർക്കും നൽകി തരുന്നവനാണ്. ಹಲ್ಲೆಲೂಯ. ആമേൻ. ನಾಳೆ ಕರ್ತನ ಚಿತ್ತವಾದರೆ അവൻ നാളെ ദൈവഹിതമായാൽ ವರಗಳ ಬಗ್ಗೆ, അവൻ വരങ്ങളെ കുറിച്ചും ಸೇವೆ ಬಗ್ಗೆ, അവൻ ശുശ്രൂഷകളെ കുറിച്ചും ದೇವರು ಏನ್ ಮಾಡಿದ್ದಾರೆ ಅಂತ ಮಾತಾಡ್ತಾರೆ. അവൻ ദൈവം എന്താണ് ചെയ്തതെന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಆದ ಕಾರಣ ದೇವರ ಸಭೆ
ನಾವೆಲ್ಲರೂ ಅಭಿಷೇಕ ಹೊಂದಿದ್ದೇವೆ, ಹೊಂದಬೇಕಾ? അവൻ അതുകൊണ്ട് ദൈവസഭയെ നമ്മളെല്ലാരും അഭിഷേകം പ്രാപിക്കണമോ, പ്രാപിച്ചിട്ടുണ്ടോ? വായി തുറന്ന് പറയണം. വാദം പറയണം. ഒന്ന് രണ്ട് പേരുടെ പറഞ്ഞു. ഒന്ന് രണ്ട് ജനം മാത്രം മുന്തിക്കൊണ്ടിരുന്നു. ನಾನು ಅಭಿಷೇಕ ಹೊಂದಿದ್ದೇನೆ ಎಂಬುದನ್ನು ಕೈ ತೊಂದರೆ. ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യം മനസ്സിലാണ്. ಆಮೇಲೆ ಈ ಅಭಿಷೇಕದ ಉದ್ದೇಶ, ഈ അഭിഷേകത്തിന്റെ ഉദ്ദേശം ಇವತ್ತು ನಾವು ಕೇಳಿದ್ವಿ. ഇന്ന് നമ്മൾ കേട്ടു. ಅಭಿಷೇಕ ಬರುವಾಗ അഭിഷേകം വരുമ്പോൾ ನೀವು ಬಲ ಹೊಂದಿ നിങ്ങൾ ശക്തി പ്രാപിച്ച് യെരൂശലേം, യൂദയ, സമാര്യ, ಲೋಕದ ಕಟ್ಟಕಡೆ ഭൂമിയുടെ അറ്റത്തോളം ಸಾಕ್ಷಿಯಾಗಿರುವಿರಿ, സാക്ഷികളായി തീരും. ಅಭಿಷೇಕ ಬರುವಾಗ അഭിഷേകം വരുമ്പോൾ ಆತನು ನಿಮ್ಮನ್ನು അവൻ നിങ്ങളെ ಸಕಲ ಸತ್ಯದಲ್ಲಿ സകല സത്യത്തിലും വഴി നടത്തും. ಅಭಿಷೇಕ ಬರುವಾಗ അഭിഷേകം വരുമ്പോൾ ನೀವು ಆ ಶಕ್ತಿಯಿಂದ അവൻ നിങ്ങളെ ശക്തി പ്രാപിച്ച് ವಾರ್ತೆಯನ್ನು ಸಾರ್ತೀರಿ, സുവിശേഷത്തെ അറിയിക്കും. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಬಂಧಿತರನ್ನ ಬಿಡುಗಡೆ ಮಾಡ್ತೀರಿ, ಸ್ತೋತ್ರ. ಬಂದಿದರೆ ಬಿಡುವಿക്കും. ಕುರುಡರ ಕಣ್ಣುಗಳನ್ನು ತೆಗಿತೀರಿ, കുരുടരുടെ കണ്ണുകളെ തുറക്കും. ಬಡವರು ಕಾಲು ಕೂತಿರುವವರನ್ನ ಎಬ್ಬರಿಸ್ತೀರಿ, അവൻ മുടന്തരെ എഴുന്നേൽപ്പിക്കും. ಲಿಟ್ರಲ್ ಆಗಿ ಕೂಡ ಮಾಡಬಹುದು, അവൻ ലിറ്ററലായും ചെയ്യാം, ಸ್ಪಿರಿಚುವಲ್ ಆಗಿ ಮಾಡಬಹುದು, സ്പിരിച്വലായും ചെയ്യാം. ಅನೇಕರ ಆತ್ಮಿಕ ಕಣ್ಣುಗಳನ್ನು ತೆಗಿಬಹುದು. അവൻ അനേക ആത്മീക കണ്ണുകളെ തുറക്കാൻ കഴിയും. ಅನೇಕ ವಿಶ್ವಾಸಿಗಳು ಇನ್ನು ಬಂಧನದಲ್ಲಿ ಕೂತಿದ್ದಾರೆ, ಅವರನ್ನು ಬಿಡುಗಡೆ ಮಾಡಬಹುದು. അനേക വിശ്വാസികൾ ബന്ധനത്തിൽ കിടക്കുന്നവരുണ്ട്, അവരെ വിടുവിപ്പാൻ കഴിയും. ಅನೇಕರು ನಡೆಯಕ್ಕಾಗದೆ, ಸೇವೆ ಮಾಡಕ್ಕಾಗದೆ ಚರ್ಚಲ್ಲಿ ಹಾಗೆ ಕೂತಿದ್ದಾರೆ. അവൻ ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയാതെ, നടക്കാൻ കഴിയാതെ സഭയിലായിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ಅಂತ ಅಭಿಷೇಕ ನಮ್ಮೆಲ್ಲರಿಗೂ അങ്ങനെയുള്ള അഭിഷേകമാണ് നമ്മൾ എല്ലാവരുടെയും പകർന്നിരിക്കുന്നത്. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಬಲದಿಂದಲ್ಲ, സൈന്യത്താലല്ല, ಪರಾಕ್ರಮದಿಂದಲ್ಲ, ശക്തിയാലല്ല, ಮೇಲುള്ള ಅಭಿಷೇಕದಿಂದ നമ്മുടെ മേലുള്ള അഭിഷേകത്തിനാലത്രേ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಆದ ಕಾರಣ ದೇವರ ಅಭಿಷೇಕ ಎಲ್ಲಿದೆಯೋ അതുകൊണ്ട് ദൈവിക അഭിഷേകം എവിടുണ്ടോ ಅಲ್ಲಿ ನಿನಗೂ ಬಿಡುಗಡೆ, അവിടെ നിനക്കും വിടുതലുണ്ട്. ನಿನ್ನ ಮನೆಯಲ್ಲಿರುವವರಿಗೆ ಬಿಡುಗಡೆ, നിന്റെ ഭവനത്തിലുള്ളവർക്ക് വിടുതലുണ്ട്. ಸುತ್ತಮುತ್ತಲಿನ ಎಲ್ಲರಿಗೂ ಬಿಡುಗಡೆ. നിന്റെ ചുറ്റുമുള്ള അവനുള്ളവർക്കും വിടുതലാണ്. ಈ ಪ್ರಪಂಚವು ಕ್ರಮವಿಲ್ಲದೆ ಬೆರಿದಾಗಿ ಕತ್ತಲೆ ಆಗಿದೆ. അവൻ ഈ പ്രപഞ്ചം, ഈ ലോകം അവൻ ക്രമമില്ലാതെയും അവൻ ശൂന്യമായും പാഴിൽ ശൂന്യമായി കിടന്നതാണ്. ಅದೇ ಪ್ರಕಾರ ಇವತ್ತು ಕೂಡ ಇದೆ. അവൻ അങ്ങനെ തന്നെയാണ് ഇന്നുമായിരിക്കുന്നത്. ಇವತ್ತು ಅನೇಕರ ಜೀವಿತಕ್ಕೂ ಕ್ರಮ ಇಲ್ಲ. അവൻ ഇന്ന് അനേകർക്ക് ജീവിതത്തിൽ ഒരു ക്രമമില്ലാത്തവരായി ಹೃದಯದಲ್ಲಿ ಶಾಂತಿ, ಸಮಾಧಾನ, ನೆಮ್ಮದಿ, ಪವಿತ್ರಾತ್ಮದ ಸಂತೋಷ ಇಲ್ಲ. അനേകരുടെ ഹൃദയത്തിനകത്ത് സമാധാനവും ശാന്തിയും പരിശുദ്ധാത്മാവിനുള്ളതൊരു അവൻ സംതൃപ്തിയും ഇല്ലാതിരിക്കുകയാണ്. ಈ ವಾಕ್ಯದ ಪರಿಜ್ಞಾನ ಇಲ್ಲದೆ ಕುರುಡರಾಗಿ ಅಲ್ಲಿ ಇಲ್ಲಿ ಬೇಡ್ತಾ ಇದ್ದಾರೆ. അവൻ ഈ വചനത്തിന്റെ പരിജ്ഞാനം ഇല്ലാത്തതിനാൽ അവിടെയും ഇവിടെയും യാചിച്ചുകൊണ്ട് നടക്കുകയാണ്. ಅಂತವರನ್ನು ಬಿಡಿಸುವಂತ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಉಂಟು. അവൻ അങ്ങനെയുള്ളവരെ വിടുവിക്കുവാനുള്ള അവൻ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ಅವತ್ತು ಒಂದೇ ಪರಿಶುದ್ಧಾತ್ಮ, അവൻ നമുക്ക് ഒറ്റ പരിശുദ്ധാത്മാവേ ഉള്ളൂ. ಅವತ್ತು ಒಂದೇ അന്ന് ഒറ്റ പരിശുദ്ധാത്മാവേ ഉള്ളൂ. ಈ ಜಲ ಸಮುಖಗಳ ಮೇಲೆ ಚಲಿಸ್ತಾ ಇದ್ರು. അവൻ ആ ആത്മാവ് ഈ ജലസമുദ്രങ്ങളുടെ സമുദ്രങ്ങളുടെ മേലെ ചലിക്കുന്നുണ്ടായിരുന്നു. ಒಂದೇ ಆತ್ಮ, അവൻ ഒരേ ആത്മാവ്. ಹಲ್ಲೆಲೂಯಾ. ಆಮೆನ್. ಆತ್ಮನು ಚಲಿಸ್ತಾ ಇದ್ರು. അവൻ ആ ആത്മാവിലൂടെ ചലിക്കുകയായിരുന്നു. ದೇವರು ವಾಕ್ಯವನ್ನು ಕಳಿಸಿದ್ರು. അവൻ ദൈവത്തിന്റെ വചനത്തെ അയച്ചു. ಬೆಳಕುಂಟಾಗ್ಲಿ ಅನ್ನಲು let there be light. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ಬೆಳಕುಂಟಾಯಿತು. അവൻ വെളിച്ചമുണ്ടായി. ಆಗ ದೇವರು ಭೂಮಿ ನೀರು ಬೇರೆ ಬೇರೆ ಕ್ರಮಪಡಿಸಿದ್ರು. അവൻ ദൈവം സ്തോത്രം വിധാനങ്ങളെ വെള്ളത്തെ രണ്ടാക്കി. ಆಮೇಲೆ ಆಕಾಶವನ್ನು ಭೂಮಿಯ ಸಮುದ್ರ ತುಂಬಿಸಿದ್ರು. ആകാശത്തെയും ഭൂമിയെയും ദൈവം സമുദ്രങ്ങളെയും അവൻ നിറച്ചു. ಹೇಗೆ? എങ്ങനെ? ವಾಕ್ಯವನ್ನು ಕಳಿಸಿ. അവൻ വചനത്തെ അയച്ച്. ವಾಕ್ಯ ಹೋಗೋದು ಮುಂಚೆ ಅಭಿಷೇಕ ಚಲಿಸ್ತಿತ್ತು. വചനം പുറപ്പെടുന്നതിന് മുൻപ് ആത്മാവ് ചലിക്കുന്നുണ്ടായിരുന്നു. ನಿಮ್ಮ ಊರಲ್ಲಿ, നിങ്ങളുടെ നാട്ടിൽ, ನಿಮ್ಮ ಮನೆಯಲ್ಲಿ, നിങ്ങളുടെ വീട്ടിൽ, ನಿಮ್ಮ ಕುಟುಂಬದಲ್ಲಿ നിങ്ങളുടെ കുടുംബത്തിൽ ಅಭಿಷೇಕಕ್ಕೆ ಅವಕಾಶ ಕೊಡ್ರಿ. അവൻ അഭിഷേകത്തിന് അവസരം കൊടുത്തു. ಆ ಅಭಿಷೇಕದಲ್ಲಿ ನೀವು ಅವಕಾಶ ಕೊಟ್ಟ ആ അഭിഷേകത്തിന് നിങ്ങൾ അവസരം കൊടുത്താൽ ಅದು ಎಲ್ಲಿ ಚಲಿಸ್ತದೋ ಅಲ್ಲಿ ಬಿಡುಗಡೆ ಉಂಟು. അത് എവിടെ ചലിക്കുന്നുവോ അവിടെ വിടുതൽ ഉണ്ടാകും. ಬಿಡುಗಡೆ ಗ್ಯಾರಂಟಿ ಉಂಟು. അത് വിടുതൽ ഗ്യാരണ്ടി കൊണ്ടുവരും. ವಾಕ್ಯದ ಬೆಳಕುಂಟಾಗ್ತದೆ. അവിടെ വചനത്തിന്റെ വെളിച്ചമുണ്ടാകും. ಕ್ರಮವಾಗುತ್ತೆ. അവിടെ ക്രമമാകും. ನಮ್ಮ ಊರಲ್ಲಿ, അവൻ നമ്മുടെ നാട്ടിൽ, ಅಲ್ಲಿ ಜನ ಹೇಳಿದ್ರು, അവൻ ജനം പറഞ്ഞു, ನನ್ನನ್ನು ಅವಾಗ ಹೊಡಿತಿದ್ದಾಗ അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അടിക്കുന്ന സമയത്ത് ಆಗ ಅಲ್ಲಿರೋರು ಹೇಳೋರು, അവിടെ ഉള്ളവരൊന്ന് പറയുമായിരുന്നു, ಈ ಜನರಿಗೆ ಯಾಕ್ರಿ ಯೇಸು ಹೇಳಕ್ ಬಂದಿದ್ದೀನಿ? അവൻ ഈ ജനത്തിനോട് നിങ്ങൾ എന്തിനാ
ഈ യേശുവിനെ കുറിച്ച് പറയാൻ ഇവിടെ വന്നേ? ಇನ್ನು ಕೊಂಚ ಒಳಗೆ ಹೋದ್ರೆ ಕಾಡೈತೆ, ಪ್ರಾಣಿಗಳೈತೆ. അവൻ ഇവിടുന്ന് കുറച്ച് കാട്ടിലോട്ട് പോയാൽ കാടും കാട്ടുജനവും വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ട്. ಅದಾದ್ರೂ ತಿರುಗ್ತದೆ, ಈ ಜನ ತಿರುಗೋದಿಲ್ಲ. അവൻ അതുങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകും, ഈ ജനത്തിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഇവിടുന്ന് പോവാൻ പറഞ്ഞു. ಆದ್ರೆ ಇವತ್ತು എന്നാൽ ഇന്ന് ಅದೇ ಸ್ಥಳದಲ್ಲಿ അതേ സ്ഥലത്ത് 7,500 ಜನಕ್ಕೆ ದೀಕ್ಷಾಸ್ನಾನ ಕೊಡುವಂತ ಸಹಾಯ. അവൻ 7,500 പേർക്ക് സ്നാനപ്പെടുത്താനുള്ള അവസരം സ്വർഗ്ഗമെനിക്ക് തന്നു. ಇವತ್ತು ಅವರು ഇന്ന് അവര് ಎಲ್ಲ ಡೂಪ್ಲೆಕ್ಸ್ ಮನೆಗಳಲ್ಲಿದ್ದಾರೆ. അവരൊക്കെ 2 നില വീട്ടിനകത്ത് താമസിക്കുന്നവരാണ്. ಕನಿಷ್ಠ ಒಬ್ಬೊಬ್ಬರ ಮನೆಯಲ್ಲಿ ಅರ್ಧ ಕೆಜಿ 1 ಕೆಜಿ ಗೋಲ್ಡ್ ಇದ್ದೇ ಇದೆ. എല്ലാവരുടെയും വീട്ടിൽ അവൻ ഏറ്റവും കുറഞ്ഞ പക്ഷം 1/2 കിലോയോ 1 കിലോയോ സ്വർണം ഉള്ളവരാണ് അവര്. ರೋಡಲ್ಲಿ ಭಿಕ್ಷೆ ಬಿಡ್ತಿದ್ದವರು, അവൻ റോട്ടിൽ ഭിക്ഷ യാചിക്കുന്നവരായിരുന്നു. നിങ്ങൾ ನದಿ ಕೊರವರು ನೀಗೆಲ್ಲ ಬಂದ್ರು, ಇಲ್ಲಿ ಬರ್ತಾ ಇದ್ರು. ನದಿ ಕೊರವರು ಅದು ಕಾಡು സ്തോത്രം. ഈ നദി ಕೊರವ അത് നദിക്കുറവ് എന്ന് പറഞ്ഞ ആ ഭാഗങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനമാണ്. ಅಲ್ಲ, ಅವ್ರು ಕೇರಳದೆಲ್ಲ ಬರ್ತಾರೆ, ಇಲ್ಲಿ ಎಣ್ಣೆ ವ್ಯಾಪಾರ ಮಾಡ್ತಾರೆ. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഈ കാട്ട് ആദിവാസി ഓയിലുകൾ കൊണ്ട് വിൽക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ മണി എല്ലാം അവർ ഈ ചെറിയ മുത്തുമാലകളൊക്കെ വിൽക്കുകയും അങ്ങനെയൊക്കെയുള്ള ജനം ರೋಡಲ್ಲಿ ಭಿಕ್ಷೆ ಬಿಡ್ತಿದ್ರು. ಅವರು അതിനകത്ത് റോട്ടിൽ ഭിക്ഷ യാചിക്കുന്നവരുണ്ട്. ಅದು ಇವತ್ತು ದೇವರು ಅವ್ರನ್ನ ಕ್ರೋರ್ಪತಿಗಳಾಗಿ ಬದಲಾಯಿಸಿದ್ದಾರೆ. അവൻ ദൈവം ഇന്നവരെ കോട്യാധിപതികളാക്കി തീർക്കുവാനിടയാക്കിയിട്ടുണ്ട്. ಮೃಗರಾಗಿದ್ದವರು ಮನುಷ್ಯರಾಗಿ ಬದಲಾಗಿದ್ದಾರೆ. മൃഗങ്ങളെ പോലെ ഇരുന്നവർ അന്ന് മനുഷ്യരാക്കി ദൈവം അവരെ മാറ്റിയിരിക്കുന്നു. ಮನುಷ್ಯನಿಗೆ ಅಸಾಧ್ಯ ದೇವರಿಗೆ ಸಾಧ್ಯ. മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന ദൈവത്തിന് സാധ്യമാണ്. ಅವರು ಗಂಡಸರು ಮಕ್ಕಳು ಎಲ್ಲರೂ ಕುಡಿತಿದ್ರು. ಸ್ತೋത്രം. ഭാര്യയും ആണുങ്ങളും പെണ്ണുങ്ങളും മക്കളും ഒക്കെ കുടിക്കുന്നവരായിരുന്നു. ಸಾವುಗೂ ಕುಡಿತಿದ್ರು, ಮದುವೆಗೂ ಕುಡಿತಿದ್ರು, ಮಗು ಹುಟ್ಟಿದ್ರು ಕುಡಿತಿದ್ರು, ಮಗು ಸತ್ರು ಕುಡಿತಿದ್ರು. ಸ್ತೋത്രം. മരണത്തിനും കല്യാണത്തിനും അവൻ കുഞ്ഞു ഉണ്ടായാലും കുഞ്ഞു ചത്താലും ഒക്കെ കുടിക്കുന്നവരായിരുന്നു. ಅಂತ ಜನರಲ್ಲೂ ಇವತ್ತು ಬದಲಾಗಿದ್ದಾರೆ. ಸ್ತೋത്രം. അങ്ങനെയുള്ള ജനത്തെ ഇന്ന് ദൈവം മാറ്റിമറിച്ചിരിക്കുന്നു. ಮನುಷ್ಯನ ಸಾಧ್ಯ, ഇത് മനുഷ്യർക്ക് സാധ്യമാണ്. ದೇವರಿಗೆ ಸಾಧ್ಯ, ദൈവത്തിന് സാധ്യമാണ്. ದೇವರಿಗೆ ಸಾಧ್ಯ, ദൈവത്തിന് സാധ്യമാണ്. ಅದೇ ದೇವರ ಆತ್ಮ ನಿಮ್ಮ ಸಂಗಡ ಇದ್ದಾರೆ. ആമേൻ. അതേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് കൂടെയുണ്ട്. ನನಗೆ ಬೇರೆ ಆತ್ಮ, ನಿನಗೆ ಬೇರೆ ಆತ್ಮ ಅಲ್ಲ. എനിക്കൊരു ആത്മാവ്, നിങ്ങൾക്ക് വേറെ ആത്മാവിനെ അല്ല. ನಾವೆಲ್ಲರಿಗೂ ಒಂದೇ ಆತ್ಮದ ದೀಕ್ಷಾಸ್ನಾನ ಹೊಂದಿದ್ದೇವೆ. നാമെല്ലാവരും ഒരേ ആത്മാവിനുള്ള സ്നാനത്തെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. ಹಲ್ಲೆಲೂಯಾ. ಆದ ಕಾರಣ അതുകൊണ്ട് ಆ ಅಭಿಷೇಕವು ನಿನಗೂ ನನಗೂ ಸಹಾಯ ಮಾಡಕ್ಕೆ എന്നെ നിങ്ങളെ സഹായിക്കാൻ ശക്തിയുള്ളതാണ്. ನನಗೆ ಸಹಾಯ ಮಾಡಿದಾತು ನಿಮಗೂ ಸಹಾಯ ಮಾಡ್ತಾನೆ. എന്നെ സഹായിച്ച ആത്മാവ് നിങ്ങളെ സഹായിക്കും. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ನೀವು ಆತನ ಸಹಾಯವನ್ನು ಕೇಳಿದ್ರೆ, നിങ്ങൾ ആ ആത്മാവിന്റെ സഹായം ചോദിച്ചാൽ ಆತನು ಸೋತು ಹೋಗುವುದಿಲ್ಲ. അവൻ പരാജയപ്പെടുന്നതല്ല. ಇಲ್ಲಿ ಬರುವಾಗಲೂ നമ്മൾ ഇവിടെ വരുമ്പോഴോ ಏನ್ ಮಾತಾಡಬೇಕು, എന്ത് സംസാരിക്കണം, ಎಂತ ಮಾತಾಡಬೇಕು, എങ്ങനെ സംസാരിക്കണം. ನಾನು ಬೈಬಲೇ ತೆಗೆದಿಲ್ಲ ನೋಡಿ. ഞാൻ ബൈബിളെ തുറന്നിട്ടില്ല. ನಾನು ದೇವರನ್ನ ಕೇಳ್ತಾನೆ ಇದ್ದೆ. ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನು ആ പരിശുദ്ധാത്മാവ് ಇಲ್ಲಿ ಬಂದ ಮೇಲೆ ಸಹಾಯ ಮಾಡ. ഇവിടെ വന്നതിന് ശേഷം എന്നെ സഹായിച്ചതാണ്. ಇವತ್ತು ಸಹಾಯ ಮಾಡ್ತಾನೆ. അവൻ ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ಮುಂದೆನೂ ಸಹಾಯ ಮಾಡ್ತಾನೆ. ഇനിയും സഹായിക്കും. ನಮಗೆ ಯಾವಾಗಲೂ ಸಹಾಯ ಮಾಡಕ್ಕೆ നമുക്ക് എന്നും അവൻ സഹായിക്കാൻ ശക്തനാണ്. ನಿಮಗೆ ಆ ಸಹಾಯ ಬೇಕೇ ಬೇಡ? നിങ്ങൾക്ക് ആ സഹായം വേണോ വേണ്ടയോ? എല്ലാവരും ಈ ಪವಿತ್ರಾತ್ಮ ದೇವರು, അവൻ ഈ പരിശുദ്ധാത്മ ദൈവം ನನಗೆ ಸಹಾಯ ಮಾಡಿದಾಗ എനിക്ക് എന്നെ സഹായിച്ചതുപോലെ ನಿಮಗೂ ಸಹಾಯ ಮಾಡ್ತಾರೆ. നിങ്ങളെയും സഹായിക്കും. ನಿಮ್ಮ ಸೇವೆಯಲ್ಲೂ ಸಹಾಯ ಮಾಡ್ತಾರೆ. നിങ്ങളുടെ ശുശ്രൂഷകളിൽ സഹായിക്കും. ನಿಮ್ಮ ಕುಟುಂಬದಲ್ಲೂ ಸಹಾಯ ಮಾಡ್ತಾರೆ. നിങ്ങളുടെ കുടുംബത്തിൽ സഹായിക്കും. ಆತನ ಎಷ್ಟಿದ್ದಾರೆ? അവൻ എത്രത്തോളം ഉണ്ട്? 2ರಷ್ಟಲ್ಲ, 2 100ರಷ್ಟಿದ್ದಾರೆ. അവൻ 2 മടങ്ങല്ല, അവൻ 100 മടങ്ങ്. 100ರಷ್ಟು ಆಶೀರ್ವಾದ, 100 മടങ്ങ് അവൻ അനുഗ്രഹം നമ്മുടെ മേൽ പകരപ്പെടും. ಅಭಿಷೇಕ ನಿನಗೆ ಯೇಸುವಲ್ಲಿದ್ದ ಅದೇ ಆತ್ಮ ನಿಮ್ಮಲ್ಲಿ ವಾಸವಾಗಿದೆ. യേശുവിനുണ്ടായിരുന്ന അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಓಲ್ಡ್ ಟೆಸ್ಟಮೆಂಟ್ ಅಲ್ಲಿ പഴയ നിയമത്തിൽ 2ರಷ್ಟು, 2 മടങ്ങ്. ನ್ಯೂ ಟೆಸ್ಟಮೆಂಟ್ ಅಲ್ಲಿ പുതിയ നിയമത്തിൽ 100 ಫೋಲ್ಡ್ ನಮ್ಮೆಲ್ಲರಲ್ಲಿದ್ದಾರೆ. ആ സ്തോത്രം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മേൽ 100ರಷ್ಟಿದ್ದಾರೆ. 100 മടങ്ങുണ്ട്. ಹಲ್ಲೆಲೂಯ. ಈ ಅಭಿಷೇಕವು ഈ അഭിഷേകം ಒಬ್ಬರಿಗೆ ಒಂದು, ಇನ್ನೊಬ್ಬರಿಗೆ ಒಂದಲ್ಲ. അവൻ ഒരുത്തർക്ക് ഒരു രീതിയിൽ, മറ്റവർക്ക് മറ്റൊരു രീതിയിലല്ല. ಎಲ್ಲರಿಗೂ ಒಂದೇ ರೀತಿಯಲ್ಲಿ. നമുക്കെല്ലാവർക്കും ഒരേപോലെ. ವರಗಳು ಬೇರೆ ಬೇರೆ, ವರಗಳು ಬೇರೆ ಬೇರೆ, വരങ്ങൾ വേറെ വേറെ രീതിയിൽ.
ಸೇವೆಯು ಬೇರೆ ಬೇರೆ, ಆಮೇಲೆ ಶುಶ್ರೂಷೆಗಳು ಬೇರೆ ಬೇರೆ ರೀತಿ. ಆತ್ಮ ಒಬ್ಬರೇ, ಆತ್ಮ ഒന്ന്, ಅದೇ ಅಭಿಷೇಕವು. അതേ അഭിഷേകം. ಇದೇ ಕೇರಳದಲ್ಲಿರುವ ನಿಮಗೂ, അവൻ ഇവിടെ കേരളത്തിലുള്ള നിങ്ങൾക്കും, ಕರ್ನಾಟಕದಲ್ಲಿರುವ ನನಗೂ, അവൻ കർണാടകത്തിലുള്ള എനിക്കും, ಇಡೀ ಪ್ರಪಂಚದಲ್ಲಿರುವ ಎಲ್ಲರಿಗೂ, അവൻ ലോകം മുഴുവനുള്ള എല്ലാവർക്കും, ನಮ್ಮೆಲ್ಲರಿಗೂ ದಯಪಾಲಿಸಿ നമുക്ക് എല്ലാവർക്കും നൽകി തരാൻ മതിയായ ಈ ಅಭಿಷೇಕ ಯಾರಲ್ಲಿ ಇದೆಯೋ, ഈ അഭിഷേകം ആരുടെ മേൽ വന്നിട്ടില്ലയോ, വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ടോ, ಇದೆಯೋ, ಯಾರಲ್ಲಿ ಇದೆಯೋ, അവൻ ആരിലെല്ലാം ഉണ്ടോ, ಯೆರೂಸಲೇಮು, അവൻ ಯೂದಾಯ, ಯೆರೂಸಲೇಮ್, ಸಮಾರ್ಯ, ಲೋಕದ ಕಟ್ಟಡ, അവൻ യെരൂശലേം, യൂദായ, സമരിയ, ഭൂമിയുടെ അറ്റവരേക്കും. ಆಮೇಲೆ ಅಲ್ಲಿವರೆಗೂ ಪವರ್ಫುಲ್ ಆಗಿದ್ದೀರಿ ನೀವು. അവൻ അവിടെ വരെയും പ്രയോജനമുള്ളവരായി. ನೋಡಿ, ನಮ್ಗೆ ಟವರ್ಗಳು ಇರ್ತದೆ, ಟಿವಿ ಟವರ್, ಇದು ಮೊಬೈಲ್ ಟವರ್ಸ್. നമുക്കറിയാം ഈ മൊബൈൽ ടവറുകളുണ്ടല്ലോ, ಇಷ್ಟು ದೂರಕ್ಕೆ ಮಾತ್ರ ಅದರ ಸಿಗ್ನಲ್. അതിന് ഇത്ര ദൂരം എന്നുള്ള പരിമിതിയുണ്ട്. ಆಮೇಲೆ ಇನ್ನೊಂದು ಸಿಗ್ನಲ್, അത് കഴിഞ്ഞു കഴിയുമ്പോൾ മറ്റൊരു സിഗ്നൽ. ನಿನ್ ಮೇಲೆ ಇರುವ ಅಭಿಷೇಕ, എന്നെ നിങ്ങളുടെ മേലുള്ള അഭിഷേകം, ಯೆರೂಸಲೇಮ್, യെരൂശലേം, ಯೂದಾಯ, യഹൂദ, ಸಮಾರ್ಯ, സമരിയ, ಲೋಕದ ಕಟ್ಟ ಕಡವರು, ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ നാമത്തിൽ ಆತ್ಮ ನಮ್ಮೆಲ್ಲರಿಗೂ ഈ ആത്മാവ് നമ്മുടെ എല്ലാവരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നു. ನಮ್ಮವರ ಹೊಟ್ಟೆ ಒಳಗಿಂದ അവൻ വിശ്വസിക്കുന്നവരുടെ നിന്ന് 7 ವಿಧವಾದ ನದಿಗಳಿದೆ. അവൻ 7 വിധ നദികളുണ്ട്. 7 ಅಂದ್ರೆ ಪರಿಪೂರ್ಣವಾದದ್ದು. 7 എന്ന് പറയുന്നത് പരിപൂർണതയെ കാണിക്കുന്നു. ನಮ್ಮೆಲ್ಲರಲ್ಲಿ ಪರಿಪೂರ್ಣವಾದ ಆತ್ಮ ಇದೆ. നമ്മുടെ എല്ലാവരുടെ അകത്ത് പരിപൂർണമായ ആത്മാവിനെയാണ് പകർന്നിരിക്കുന്നത്. ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಅಲ್ಲ, അല്പമല്ല. ಫುಲ್ ಆಫ್ ದ ಹೋಲಿ ಸ್ಪಿರಿಟ್. അവൻ നിറഞ്ഞ ആത്മാവിനാണ്. ನಾವು ಅಭಿಷೇಕದಲ್ಲಿ ತುಂಬಿರಬಹುದು. നമ്മൾ അഭിഷേകത്താൽ നിറയപ്പെട്ടവരായി. ಆದ ಕಾರಣ ಈ ಅಭಿಷೇಕವು അവൻ അതുകൊണ്ട് ഈ അഭിഷേകത്തെ ಈಗಲೂ ಸಹಾಯ ಮಾಡ್ತಾರೆ. അവൻ ഇന്നും നമ്മെ സഹായിക്കും. ನೀನು ಕೇಳಿಕೊಂಡ್ರೆ അവൻ നിങ്ങൾ ചോദിച്ചാൽ ಇಮಿಡಿಯೇಟ್ ಸಹಾಯ ಮಾಡ್ತಾರೆ. അവൻ ഉടനെ അത് നമ്മെ സഹായിക്കും. ಅದಕ್ಕಾಗಿ ಒಂದು ಉಪವಾಸ ಬೇಕಾಗಿಲ್ಲ, അതിനുവേണ്ടി ഒരു ഉപവാസം വേണ്ട, ಅದಕ್ಕಾಗಿ ಒಂದು ಕಣ್ಣೀರು ಬೇಕಾಗಿಲ್ಲ. അതിനുവേണ്ടി ഒരു കണ്ണീരൊഴുക്കുന്ന അനുഭവം വേണ്ട. ಆಸೆ ಇದ್ರೆ ದೇವರು ಸಹಾಯ ಮಾಡ್ತಾರೆ. അവൻ ഹൃദയത്തിൽ ആ വാഞ്ചയുണ്ടെങ്കിൽ ദൈവം നൽകി തരാം. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ನಂಬುವವರೆಲ್ಲರಿಗೂ ತನ್ನ ಆತ್ಮವನ್ನು ದಯಪಾಲಿಸ್ತಾರೆ. അവൻ വിശ്വസിക്കുന്നവരെല്ലാവർക്കും വേണ്ടി അവന്റെ ആത്മാവിനെ അവൻ പകരും. ಆದ ಕಾರಣ ಈ ಮಧ್ಯಾಹ್ನ ವೇಳೆಯಲ್ಲಿ ನಂಬುವ ನಿಮ್ಮೆಲ್ಲರಲ್ಲಿ ಅಭಿಷೇಕ ಐತೆ. അതുകൊണ്ട് ഈ ഉച്ച സമയത്ത് വിശ്വസിക്കുന്നവർ ഏവരിൽ മേലും അഭിഷേകമുണ്ട്. ಅಭಿಷೇಕವು ನಿಮ್ಮ ಮೂಲಕವಾಗಿ ಇನ್ನು ಮುಂದೆ ಕೆಲಸ ಮಾಡುವುದಕ್ಕಾಗಿ ನಿಮ್ಮನ್ನು ಒಪ್ಪಿಸಿಕೊಡ್ರಿ. അവൻ ഈ അഭിഷേകത്തോടെ അവൻ ദൂതന്മാർ നമ്മിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ಯೇಸು ಹೇಳಿದ ಹಾಗೆ യേശു പറഞ്ഞതുപോലെ ನನ್ನ ಆತ್ಮ ನನ್ನ ಮೇಲೆ ಇದೆ. എന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ದರಿದ್ರರಿಗೆ ಸುವಾರ್ತೆ ಸಾರುವುದು, അവൻ ദരിദ്രരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ, ದರಿದ್ರರನ್ನು ಬಿಡುಗಡೆ ಮಾಡುವುದಕ್ಕಾಗಿ, ബന്ധിതരെ വിടുവിപ്പാൻ, ಕುರುಡರಿಗೆ ಕಣ್ಣು ಕೊಡುವಂತೆ, കുരുടർക്ക് കണ്ണു കൊടുക്കുവാൻ, ಬಡವರನ್ನು ನಡೆಯುವಂತೆ മുടന്തരെ നടത്തുവാൻ ಕರ್ತನ ಆತ್ಮ ನನ್ನ ಮೇಲೆ ಇದೆ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ನೀವು ಹೇಳಿ ಬಾಯಿ എല്ലാവരും വായി തുറന്ന് പറഞ്ഞേ, ಕರ್ತನ ಆತ್ಮ ನನ್ನ ಮೇಲೆ ಇದೆ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ടെന്ന് പറ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ യേശുവിൻ നാമത്തിൽ ಮೇಲಿರುವ ಅಭಿಷೇಕವು നിന്റെ മേൽ അഭിഷേകം ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುವಂತದಾಗಿದೆ. നിങ്ങളെ ഉപയോഗിക്കുവാനിടയായി തീരും. ಒಬ್ಬನ ಮೇಲಿರುವ ಅಭಿಷೇಕವು ഒരുവന്റെ മേൽ അഭിഷേകം ಅವನಿಗೆ ಬಾಗಲನ್ನು ತೆರೆಯುತ್ತದೆ. അവന് വേണ്ടി വാതിലുകൾ തുറക്കുവാനിടയാകും. ಅವನ ಮೇಲಿರುವ ಅಭಿಷೇಕವು ഒരുവന്റെ മേൽ അഭിഷേകം ಅವನಿಗೆ ಬಾಗಲನ್ನು ತೆರೆದು അവന് വേണ്ടി വാതിലുകൾ തുറക്കുവാനിടയാകും. ದೇವರನ್ನು ಉಪಯೋಗಿಸುವವರಾಗಿ. ദൈവം അവനെ ഉപയോഗിക്കാനിടയായി തീരും. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ದೇವರ ಆತ್ಮನಿದ್ದಾನೆ, ദൈവത്തിന്റെ ആത്മാവ് തന്നെ ನಮ್ಮೆಲ್ಲರಿಗೂ ದಯಪಾಲಿಸಿದ್ದಾನೆ. അവൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ എല്ലാവരുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. ಎಷ್ಟು ಕೊಟ್ಟಿದ್ದಾನೆ? എത്രത്തോളം തന്നിട്ടുണ്ട്? ಧಾರಾಳವಾಗಿ, അവൻ ധാരാളമായി നൽകിയിരിക്കുക. ಧಾರಾಳವಾಗಿ, അവൻ ധാരാളമായി നൽകിയിരിക്കുക. ಸಮೃದ್ಧಿಯಾಗಿ അവൻ സമൃദ്ധിയായി നൽകിയിരിക്കുക. ಎಲ್ಲರಿಗೂ ದಯಪಾಲಿಸಿದವನಾಗಿದ್ದಾನೆ. അവൻ നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. ಆತನ ಕೃಪೆಗೂ ವಾಕ್ಯಕ್ಕೂ ನಿಮ್ಮನ್ನು ಸಮರ್ಪಣೆ ಮಾಡ್ತಾನೆ. അവൻ അവന്റെ കൃപയ്ക്കും അവൻ നൽകപ്പെട്ട വചനത്തിന് മുൻപിൽ സമർപ്പിക്കാം. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ യേശുവിന്റെ നാമത്തിൽ ಆಮೆನ್. ആമേൻ. God bless you. കർത്താവ് നിಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണി തന്നെ തൊടുന്നു. സർവശക്തൻ എഴുന്നേൽക്കും.